ഇത് ലൈവ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി നുറുങ്ങ് കഥകൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യക്കുറവുണ്ട്. എന്നാൽ ലൈവ് ഉണ്ടെങ്കിലും നിങ്ങളെയാണ് ഞാൻ, ശബ്ദം കൂടുതലാണോ? അല്ല, നിങ്ങളെയാണ് ഞാൻ പ്രധാനമായും കാണുന്നത്. അതുകൊണ്ട് നിങ്ങളോട് വളരെ പ്രായോഗികമായ ചില കാര്യങ്ങൾ പറയാം എന്നാണ് വിചാരിക്കും. ഞാൻ എങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു കുടുംബ സംഗമത്തിൽ സംസാരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുകയായിരുന്നു. ഈ കുടുംബം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ വളരെ പ്രായമുള്ളവർക്ക് അവരുടെ ഒരു കുടുംബ സങ്കല്പമുണ്ട്. ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ടവർക്ക് അവരുടേതായ ഒരു സങ്കല്പമുണ്ട്. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തർക്കിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്നത് 2025-ലാണ്. ഇനി ഒരിക്കലും നമുക്ക് പഴയ കാലത്തേക്ക് തിരിച്ചു പോക്ക് നടക്കില്ല. ഇനി ആകെയുള്ളത് മുൻപോട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ എന്തൊക്കെ ചേർത്ത് പിടിക്കാം, എന്തൊക്കെ കൂടെ കൂട്ടാം, പുതിയ കാലത്ത് എങ്ങനെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ഇത്തരം കാര്യങ്ങളാണ് പറയണമെന്ന് ഞാൻ വിചാരിക്കും. അപ്പം അതിന് നമുക്ക് പഴയ കാലത്തു നിന്ന് തന്നെ തുടങ്ങാം. ഇന്നലെ എൻ്റെ പള്ളിയിൽ, അതായത് തൊളിക്കോട് പള്ളിയിലൊരു ശവസംസ്കാരമുണ്ട്. അവിടെ കുറേ വർഷങ്ങൾ അവിടെ ശുശ്രൂഷകനായി പ്രവർത്തിച്ച ജോണിയേട്ടൻ്റെ സഹധർമ്മിണി 103-ാമത്തെ വയസ്സിലാണ് അമ്മച്ചി മരിക്കുന്നത്. അപ്പോൾ അവിടെ മുൻ വികാരിയായിരുന്ന PT എബ്രഹാം അച്ഛൻ ഇപ്പോൾ പത്തനാപുരത്ത് താമസിക്കുന്നു, റിട്ടയർ ചെയ്ത്. അപ്പോൾ അച്ഛൻ പ്രസംഗിച്ചപ്പോൾ, അനുശോചനം പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് നല്ല സന്തോഷമായിട്ട് തോന്നി. അച്ഛൻ പറഞ്ഞത്, ഈ അമ്മച്ചിയുടെ ഭർത്താവ് ജോണിയേട്ടൻ ശുശ്രൂഷകനായി പ്രവർത്തിച്ച കാലം വളരെ വർഷങ്ങൾക്ക് മുൻപാണ്, ഒരു 40-45 കൊല്ലമൊക്കെ മുമ്പാണെന്ന് വിചാരിച്ചു. അന്ന് ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ ശവമഞ്ചത്തിലാണ് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ വല്യച്ഛന്മാർക്ക് അത് കുറച്ചുകൂടെ ഭംഗിയായി ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ശവമഞ്ചത്തിൽ കൊണ്ടുപോകുമ്പോൾ ഈ ശവമഞ്ചം വലിക്കാൻ ഒരാൾ വേണം. ഇന്നത്തെ പോലെ നല്ല റോഡൊന്നുമുള്ള കാലമല്ല. അപ്പോൾ ഇത് വലിക്കുന്നത് ജോണിയേട്ടനാണ്. അതിനോട് ചേർന്ന് അച്ഛൻ പറഞ്ഞ 2 കാര്യങ്ങൾ അപ്പോഴാണ് ഞാൻ തന്നെ അതൊക്കെ മറന്നുപോയല്ലോ എന്നോർത്ത്. അന്ന് ശവപ്പെട്ടിയിൽ എഴുതി വയ്ക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് PT എബ്രാച്ചൻ പറഞ്ഞു. അതെല്ലായിടത്തും ഉള്ളതാണ്. പറഞ്ഞു കഴിഞ്ഞു, ഇന്ന് ഞാൻ, നാളെ നീ. ഇപ്പോഴാണേലോ ഇന്നും നീ, നാളെയും നീ. അപ്പോൾ ഒരു കൊച്ചു വാക്കാണ്. ഇന്ന് ഏതെങ്കിലും ശവപ്പെട്ടിയിൽ അങ്ങനെ എഴുതി വെക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ അച്ഛനത് പറയായിരുന്നു, ഇന്ന് ഞാൻ, നാളെ നീ. എന്നിട്ട് ഈ ശവമഞ്ചത്തിൽ എഴുതി വെക്കുന്ന എന്താണ്? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. ഈ ശവമഞ്ചം ജോണിയേട്ടൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇത് വലിച്ചുകൊണ്ട് പോകുമ്പോൾ അച്ഛന്മാരാണിത് പാടിക്കൊണ്ട് പോകുന്നത്. വലിയ പ്രയാസമാണ്. ഞാൻ കുണ്ടറ ഇരുന്നപ്പോൾ പിന്നീട് അതങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോഴത്തേക്ക് ആംബുലൻസൊക്കെ ആയി, പിന്നെ ക്വയർ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വഴിനീളെ നടന്ന് പാട്ടൊക്കെ പാടി പള്ളിയിലെത്തുമ്പോഴത്തേക്ക് ഒത്തിരി ആളുകൾ എന്താണ് ഈ ഒരു ക്രിസ്തീയ ശവസംസ്കാര ശുശ്രൂഷയുടെ പ്രത്യേകതകളെന്നും പാടുന്ന പാട്ടുകളെക്കുറിച്ചുമൊക്കെ ശ്രദ്ധിക്കാനൊരു സാവകാശമൊക്കെ ലഭിച്ചിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വേണമെങ്കിൽ എഴുതാവുന്നത് ഈ ശവപ്പെട്ടിയിൽ ഇന്ന് ഞാൻ, നാളെ നീ എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ആംബുലൻസിൽ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണെന്ന് എഴുതാം. അതിൽ കൂടുതലൊക്കെ ഇനി നടക്കുമോ?
ഉച്ചയ്ക്ക് 1:30-ക്ക് 2 മണിക്കൊക്കെ ടാറിട്ട റോഡിലൂടെ ചൂടത്ത് 1.5-2 കിലോമീറ്ററൊക്കെ നടന്ന് വരാൻ ആരെങ്കിലും തയ്യാറാകുമോ? അപ്പോൾ വളരെ പെട്ടെന്ന് ഈ അച്ഛൻ പി.ടി. എബ്രഹാച്ചൻ ഇത് പറഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇത് ഒരു ശവസംസ്കാര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ അച്ഛൻ ഓർമ്മിപ്പിച്ചതാണെങ്കിലും അതിനോട് ബന്ധപ്പെട്ട് തന്നെ പല കാര്യങ്ങൾ, പഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ ഓർത്തെടുക്കുകയായിരുന്നു. ഞാൻ അച്ഛനായി ആദ്യം ശുശ്രൂഷ ചെയ്യുന്നത് കുണ്ടറ ശാലേം ഇടവകയിലാണ്. അപ്പോൾ അന്ന് അവിടെ ഒരു ഏലിയ ഹോളുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഈ ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു കടയാണ്. അതിൻ്റെ മുകളിലാണ് ഓഡിറ്റോറിയം. അപ്പം ഞങ്ങൾ ശാലേംപള്ളിയിലെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ആ ചേട്ടൻ യാക്കോബായിലെ ഒരു അച്ഛനാ. ഞങ്ങൾ അവിടെ കയറിയിരുന്ന് അച്ഛനോട് വർത്തമാനം പറയും. ഷട്ടർ തുറക്കുന്ന സമയമാകുമ്പം ഞങ്ങൾക്ക് അതിൻ്റെ അകത്തൂടെ കയറി ഹോളിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഞാൻ അവിടെ ചെന്നൊരു 1.5 കൊല്ലം അല്ലെ 2 കൊല്ലം കഴിഞ്ഞു കാണും. ആകെ 4 വർഷം ഉണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചെന്നൊരു വാഷിംഗ് മെഷീൻ ഇങ്ങനെ നോക്കി. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ഒരു പണി എന്ന് പറഞ്ഞാൽ കുപ്പായ അലക്കലാണ്. അതുകൊണ്ടായിരിക്കാം കൊച്ചമ്മ പറഞ്ഞത്, ഇത് വേണ്ടായിരുന്നു എന്ന് കൊച്ചമ്മ പറഞ്ഞത്. ഒരു പക്ഷേ ഈ മനുഷ്യൻ്റെ കുപ്പായം അലക്കി ഒരു പരുവായി കാണും. ഇത്രയും ഒന്നും വിചാരിച്ച് കാണത്തില്ല. ഇത് അലക്കാനും തേക്കാനും എളുപ്പമാണെന്നായിരിക്കും ആ പാവം ആരോ അദ്ദേഹത്തെ, ആ പുള്ളിക്കാരിയെ തെറ്റിദ്ധരിപ്പിച്ചു. അലക്ക് തുടങ്ങിയപ്പോഴാണ് അലക്കോടലക്ക് അല്ലേ. അപ്പോൾ ഈ അലക്ക് വലിയ പ്രയാസമാണ്. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ തുറന്ന്, ചില പിള്ളേർ ഈ ബേക്കറിയിലൊക്കെ ചെന്നിട്ട് ഈ അലുവായിലും കേക്കിലും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കത്തില്ല. അപ്പോൾ എൻ്റെ നോട്ടം കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്നാ അച്ഛാ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. വേണോ? ഞാൻ പറഞ്ഞു, വേണ്ട. എന്നാലും നമ്മുടെ പിള്ളേരെയും കൊണ്ട് നമ്മൾ ബേക്കറി പോകുമ്പം ഇവരോരോന്നേ നോക്കുമ്പം നിനക്ക് വേണോടാ? വേണ്ടാന്ന് പറയും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വേണമെന്നാണ്. അപ്പം ഞാനിങ്ങനെയൊക്കെ നോക്കുന്ന കണ്ടപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു, എന്നാ അച്ഛാ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല. വേണോ? ഞാൻ പറഞ്ഞു, വേണ്ട. കാരണം എൻ്റെ ഈഗോ സമ്മതിക്കുന്നില്ല എനിക്ക് വേണമെന്ന് പറയാൻ. എന്നാലും എൻ്റെ ആ നോട്ടവും അവത്തേലുള്ള പിടുത്തവും ഒക്കെ കാണുമ്പം അച്ഛന് മനസ്സിലായി. സത്യം പറ, അച്ഛന് വേണോ? ഞാൻ വേണം. എന്നാ എടുത്തോ. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ പൈസ ഇല്ല. അന്ന് എനിക്ക് 2500 രൂപയാണ് ശമ്പളം. പൈസ ഇല്ല. ഈ കവർ വാങ്ങിക്കാത്തതുകൊണ്ട് ഈ 2500 രൂപ മാത്രമേ, അതുകൊണ്ട് വേണം ജീവിക്കാൻ. അപ്പം എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ ഞാൻ പൈസ വല്ലതും ചോദിച്ചോ? ഞാൻ പറഞ്ഞു, പൈസ ഇല്ലാതെ എങ്ങനെയാ? അപ്പം എന്നോട് പറഞ്ഞു, അച്ഛൻ വീട്ടിൽ പോക്കൂ, വൈകിട്ട് അന്ന് 3000 രൂപയോ 3500 രൂപ എങ്ങാണ്ടേ ഉള്ളൂ, വീട്ടിലെത്തും. അച്ഛൻ എപ്പോഴാണോ പൈസ കിട്ടുന്നത് കുറേശ്ശെ 100 രൂപയോ 200 രൂപയോ 300 രൂപയോ തന്നാൽ മതി. ഞാൻ ആലോചിച്ചു, ഞാൻ അങ്ങനെയാണ് ആദ്യമായി ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുന്നത്. ഇന്നത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു കാലത്ത്, എന്നിട്ട് അന്ന് വീട്ടിൽ ഫ്രിഡ്ജില്ല. പാല് വാങ്ങിച്ചാൽ അപ്പോൾ ഒരു 3-4 വീട് അപ്പുറത്താണ് ഫ്രിഡ്ജുള്ള ഒരു വീട്. അവിടെ കൊണ്ട് വയ്ക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു 26 കൊല്ലം മുമ്പ്, 27 കൊല്ലം. ഇതിനേക്കാൾ പ്രയാസമുള്ള കാലഘട്ടത്തിൽ ജീവിച്ച പ്രിയപ്പെട്ട അച്ഛന്മാരോട് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. ഇതൊരു സത്യമാണ്. കുട്ടിക്കാലം ഓർത്താലോ
ഞാൻ തലവടിക്കാരനാണ്, കുട്ടനാട്ടുകാരനാണ്. സ്കൂൾ അവധിയൊക്കെ കിട്ടുമ്പോൾ അങ്ങ് കളിക്കാൻ പോവും. രാവിലെ കഴിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് വേറൊരിടത്തുനിന്ന് കഴിക്കും, വൈകിട്ട് വേറൊരിടത്തുനിന്ന് കഴിക്കും. കാരണം അങ്ങനെ എല്ലായിടത്തും നടന്ന് പന്തും കളിച്ച് വെള്ളത്തിലും ചാടി ഏത് വീടിൻ്റെ മുറ്റത്താണോ കളിക്കുന്നത് ആ വീട്ടിൽ നിന്നാണ് ഭക്ഷണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ ആകാനാണ് സാധ്യത. ഇനി മാത്രവുമല്ല, പെട്ടെന്നൊരു വീട്ടിലൊരു ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വീട്ടുകാരൻ വന്നാൽ, അതിഥി വന്നാൽ, വീട്ടിൽ ചിലപ്പോൾ ഒന്നും കാണത്തില്ല. ഒരു ചോറോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി മീൻ പറ്റിച്ചതോ ഒക്കെ കാണത്തുള്ളൂ. പക്ഷേ ആര് വന്നാലും ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ വീട്ടിൽ തന്നെ കൂട്ടാൻ വേണമെന്നില്ലല്ലോ. അപ്പോൾ എന്നോട് പറയടാ, നീ അപ്പുറത്ത് ചെന്ന് വത്സമ്മയോട് ചോദിച്ചാൽ വല്ലതും ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പറയും അവിയലുണ്ട്, ഒരു ഇച്ചിരി അവിയൽ. അപ്പോൾ അനിയനോട് പറയാം, നീ അപ്പുറത്ത് ചെന്ന് റോസമ്മയോട് ചോദിച്ചേ. ചുരുക്കം പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് കൊണ്ട് റോസമ്മയുടെയും അന്നമ്മയുടെയും പൊന്നമ്മയുടെയും ഏലിയാമ്മയുടെയും വീട്ടിലെ മുഴുവൻ കറി എവിടെ വരും? വീട്ടിൽ വരും. അത് കൊടുക്കുന്നവർക്കും അതിനൊരു നാണമില്ല, വാങ്ങിക്കുന്ന ഞങ്ങൾക്കും. എന്നെക്കുറിച്ച് പൊതുവേ പറയുന്നത് നാണമില്ലാത്ത ആളെന്നാണ്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ വളർന്നതുകൊണ്ടായിരിക്കും. ഇപ്പം നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ ഇരിപ്പ് കണ്ട ഷിക്കാഗോയിലാണ് ജനിച്ചെന്ന് തോന്നും, പക്ഷേ ഒന്നുമല്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വളർന്നത്. ഇങ്ങനെ വളർന്നു എന്നതുകൊണ്ട് ഇനിയിപ്പോൾ അയൽവക്കത്തൊന്ന് പോയി വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. വിട്ടാൽ തന്നെ പിള്ളേർ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ പിന്നെ പരമാവധി ചെയ്യാവുന്നത്, വീട്ടിൽ വരുന്ന അതിഥിയോട് പറയും, ഇവിടുന്ന് നേരെ പത്തനംതിട്ട ചെന്നാൽ ആ റിംഗ് റോഡിൻ്റെ അവിടെ ഒരു നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ കയറി കഴിച്ചിട്ട് പോകണമെന്ന് പറയും. അപ്പം ഞാൻ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. മാവേലി നാട് വാണിടും കാലം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്. ഇനി അത് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഇന്ന് മറ്റൊരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, മറ്റൊരു വീട്ടിൽ നിന്ന് ഭക്ഷണം വായ്പ വാങ്ങുക, മറ്റൊരു വീട്ടിലെ കൂട്ടാനും കറിയും വാങ്ങിച്ചുകൊണ്ട് അതിഥികളെ സൽക്കരിക്കുക എന്ന് പറയുന്നത് ഇനി ആരും ചെയ്യത്തില്ല. കാരണം അതൊക്കെ എന്തായി മാറി? ഒരു അഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ഞാൻ എന്തിനാണ് ഇത്രയും പ്രാഥമികമായി പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു ജീവിതം ഒത്തിരി മാറി. പല കാര്യങ്ങളും ഒരു കാലത്ത് നല്ലതായിരുന്നു എന്ന് തോന്നിയെങ്കിലും ഇനി ഇതൊന്നും തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നോർത്ത് സമാധാനിക്കാനും, മാത്രവുമല്ല അങ്ങനെ ഒരു കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറയുകയും അല്ലാതെ അങ്ങനെ ഒരു കാലം ഇനി 2025 വേണം എന്നാഗ്രഹിച്ചാൽ നടക്കില്ല. നടക്കുമോ? നടക്കത്തില്ല. അപ്പോൾ ഒരിക്കലും നടക്കാത്ത, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത, ഇനി ഒരിക്കലും ശ്രമിച്ചാലും ജീവിക്കാൻ കഴിയാത്ത ഒരു കാലത്തെക്കുറിച്ച് നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എൻ്റെ ചോദ്യം അതാണ്. ഇല്ല. അപ്പോൾ പണ്ടിങ്ങനായിരുന്നുവെന്ന് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പണ്ട് ഞാൻ അച്ഛനായ സമയത്ത് ശവപ്പെട്ടി ഇങ്ങനെ വലിക്കുമായിരുന്നു, ജോണിയേട്ടൻ ഇങ്ങനെ വലിക്കുമായിരുന്നു. ഇതൊക്കെ പറഞ്ഞ പിള്ളേർ പട്ടാളക്കാർ അതിർത്തിയിൽ വെടിവെപ്പിനെ കുറിച്ച് പറയുന്ന കഥ പോലെ വെറും തള്ളാണെന്ന് പറയും. അപ്പോൾ എനിക്ക് മുതിർന്നവരോട് ചോദിക്കാനുള്ളത്, ഇനി അങ്ങനെ ഒരു കാലമില്ല, ഇനി അങ്ങനെ ഒരു കാലം കിട്ടത്തില്ല. ജീവിതത്തെക്കുറിച്ച് പറയുന്ന എന്താണ്? ജീവിതത്തിന് എന്തില്ല? റിവേഴ്സ് ഗിയർ ഇല്ല. ഇനി പുറമോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. ഇനി ആകെ സാധിക്കുന്നത് മുൻപോട്ട് പോവുക എന്ന് മാത്രമാണ്.
എന്നാൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ നേരിടുന്ന ധാരാളം വെല്ലുവിളികളുണ്ട്. അതിലൊന്ന്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതത്തിൽ എല്ലാവരും അണുകുടുംബങ്ങളിലാണ് താമസിക്കുന്നത്. നമുക്കത് പറഞ്ഞു തുടങ്ങാം. എന്താണ് അണുകുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ, പണ്ടാണെങ്കിൽ ഒത്തിരി പിള്ളേരുണ്ട്, ബാക്കി ഒരു കാര്യത്തിലും ഒരു വളർച്ചയില്ലെങ്കിലും ആകെ കുടുംബത്തിലുള്ള വളർച്ച എന്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ? പിള്ളേരുടെ എണ്ണത്തിൽ. കഴിക്കാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല, പക്ഷെ എല്ലാ കൊല്ലവും 7, 8, 9, 10. ഞാൻ ആലോചിക്കുമേ, എങ്ങനായിരിക്കും നമ്മുടെ അമ്മച്ചിമാർ ഇതിനെയൊക്കെ വളർത്തിയേ? ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പൂഞ്ഞാൻ പോലെ ഒരുത്തനെ വളർത്താൻ ഇത്രയേ ഉള്ളൂ, വെടിമരുന്നാണ്. നമ്മൾ അവൻ്റെ മുമ്പിലൊക്കെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചിലരൊക്കെ മണർകാട് പള്ളി നിൽക്കുന്ന പോലെയാണ്. അയ്യോ, എന്നെ കൊല്ലല്ലേ മോനെ, അമ്മാതിരി പിള്ളേരാണ്. ശരിയല്ലേ? ഒരുത്തിന് രാവിലെ പുട്ട്, ഇന്നെനിക്ക് പുട്ട് വേണ്ട. ഞാൻ ഈയിടെ ഒരു പള്ളിയിൽ ചെന്നപ്പോഴേ, നിങ്ങൾ ഈ ഉറങ്ങാതിരിക്കാൻ ഇങ്ങനെ ഇച്ചിരി ലൈറ്റായിട്ടാണ് പറഞ്ഞു കേട്ടോ. നല്ല പ്രസംഗം, അടുത്ത കൊല്ലം കൊള്ളാവുന്ന ഒരുത്തിനെ വിളിച്ച് നിങ്ങൾ ഇതിച്ചിരി കട്ടി കുറവുള്ള പ്രസംഗമായിരിക്കും. ഒരു VBS സ്കിറ്റിന് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഒക്കെ ആ ഭാഗമാണ്. മോറിയാമലയിൽ ചെല്ലുന്നു, യാഗം കഴിക്കുന്നു ഒക്കെയാണ്. വേദോസ്തവത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അബ്രഹാമേ, നിന്റെ മകൻ്റെ മേൽ കൈവെക്കരുത്. ഈ സ്കിറ്റിൽ അവർ പറയുന്നത്, ഇസഹാക്കേ, നിന്റെ അപ്പൻ്റെ മേൽ. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ എന്തു ചെയ്യും? അപ്പനെ പിടിച്ച് എവിടെ കിടത്തും? പോയതെന്തിനാ? മോനെ യാഗം കഴിക്കാൻ. അവസാനം ആര് തിരിച്ചു വരും? സാറ വിധവയാകുമെന്നും അല്ലാതെ. അപ്പം അങ്ങനെ ഒരു കാലത്താണ്. അപ്പം 8, 9, 10 പിള്ളേരൊക്കെ അന്ന് എന്തില്ല? ഗ്യാസ് സ്റ്റൗ ഇല്ല. മനുഷ്യർക്കൊക്കെ ഗ്യാസ് ഉണ്ടെങ്കിലും എന്തില്ല? അത് സ്റ്റൗവായിട്ട് വന്നിട്ടില്ല, ഗ്യാസ് സ്റ്റൗ ഇല്ല. ഞാൻ ഓർക്കുന്നു, എൻ്റെ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചയുടെയും കൂടെ ഇന്ന് വളർന്നേ. ഈ മഴക്കാലമാകുമ്പോൾ വലിയ പ്രയാസം ഈ അടുപ്പ് ഊതി കത്തിക്കുന്നതാണ്. ഈ പിള്ളേരിയായിരിക്കും, ഇയാൾ ഈ പണ്ടത്തെ കഥ പറയാനാണോ വന്നേക്കുന്നത്? നമുക്ക് പഴയത് പറഞ്ഞ് ഇങ്ങോട്ട് വരാം. ഗ്യാസ് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ മൈലപ്രായിലൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഗ്യാസ് സ്റ്റവ് ഉണ്ടായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ ഒന്നുമില്ല. പ്രത്യേകിച്ച് വെള്ളം പൊങ്ങുന്ന പ്രദേശമാണെങ്കിൽ. എനിക്ക് 2018 ശേഷമുള്ള വലിയ സന്തോഷമായി വെള്ളം പൊങ്ങിയത്. കാരണം ഞങ്ങളുടെ നാട്ടുകാരെ എല്ലാവർക്കും പുച്ഛമായിരുന്നു, വെള്ളം കയറുന്ന സ്ഥലമെന്ന്. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഇപ്പം കയറാത്ത ഒരു സ്ഥലവും കേരളത്തിൽ. ഇനി കുട്ടനാട്ടുകാരെ കണ്ടാൽ ആരും പറയത്തില്ല വെള്ളക്കുഴിയല്ലേ. ഇല്ല, ഇപ്പോൾ കംപ്ലീറ്റ് കേരളം മൊത്തം ഒരു കുഴി ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ഞാനൊരു ദുഷ്ടനാണ്, എന്നാൽ പോലും അങ്ങനെ അങ്ങ് ചിന്തിച്ചു പോകുന്ന. അപ്പം ഞാനോ വല്യമ്മച്ചൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് ഈ അടുപ്പ് കുറച്ച് മണ്ണെണ്ണേ കിട്ടത്തുള്ളൂ. 5-6 പിള്ളേരെ എങ്ങനെ സ്കൂളിൽ വിടും? സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കും, എങ്ങനെയാണ് നമ്മുടെ അമ്മമാർ എന്തു കൊടുത്താൽ, എന്തു പറഞ്ഞാൽ അവരുടെ കഷ്ടപ്പാടിന് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത കഷ്ടപ്പാടാണ് അല്ലേ? രാവിലെ 4 മണിക്ക്, ഇന്നാണെങ്കിൽ മൊബൈലിൽ അലാം വയ്ക്കാം, ടൈം പീസിൽ അലാം വയ്ക്കാം. അന്ന് ഇതൊന്നും ഇല്ലാത്ത കാലത്തും അമ്മയെ 4 മണിക്ക് എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞാൽ അമ്മ 4 മണിക്ക് തന്നെ വിളിച്ചുണർത്തും. അമ്മ ഉറങ്ങിപ്പോയതുകൊണ്ട് ഒരു കുഞ്ഞും രാവിലെ എഴുന്നേറ്റ് പഠിക്കാതിരുന്നിട്ടില്ല. അമ്മ ഉറങ്ങിപ്പോയതുകൊണ്ട് ഒരു കുഞ്ഞും സമയത്ത് ബസ് കിട്ടാതെ പോയിരുന്നിട്ടില്ല. പിന്നെ അമ്മ വിളിച്ചിട്ട് നമ്മൾ ഉറങ്ങിപ്പോയെങ്കിലേ ഉള്ളൂ. അപ്പോൾ 4 മണിക്കും 4:30ക്കും എല്ലാം ആരെയും അമ്മയായിരുന്നു നമ്മുടെ അലാറം. സത്യത്തിൽ ഓർക്കുമ്പോൾ എന്തുമാത്രം കഷ്ടതകളാണ് അവർ ഒക്കെ അതിജീവിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് മക്കളെയൊക്കെ വളർത്താൻ എത്ര പ്രയാസപ്പെട്ട് കാണും. എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടം വരുമ്പോഴത്തേക്കും, അപ്പോൾ 8-10 പിള്ളേരൊക്കെ ഉണ്ടെങ്കിലുള്ള ഒരു ഗുണം, മൂത്തവരാരെ നോക്കിക്കോളും? പിള്ളേരെ നോക്കും. അല്ലെങ്കിൽ അപ്പച്ചൻ കാണും, അല്ലെങ്കിൽ അമ്മച്ചി കാണും, അല്ലെങ്കിൽ അപ്പൻ്റെ ചേട്ടൻ അടുത്ത് കാണും, അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തി അടുത്ത് കാണും. അപ്പം ഈ സമൂഹമായിരുന്നത് കൊണ്ട് തന്നെ
മക്കളെയൊക്കെ വളർത്തുന്നത് കുറച്ചുകൂടെ ഒറ്റയ്ക്ക് ചെയ്തില്ലെങ്കിലും അത് ചെയ്യാനൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾ അവർ എറണാകുളത്തോ തിരുവനന്തപുരത്തോ മറ്റ് രാജ്യത്തോ ഒക്കെ താമസിക്കുമ്പം അവരുടെ കൂടെ അവരെ മക്കളെ വളർത്താൻ വേറെ ആരുമില്ല. അവർ തന്നെ വേണം വളർത്താൻ. ഇങ്ങനെ മക്കളെ തന്നെ വളർത്തുമ്പോൾ മാതാപിതാക്കളെന്ന നിലയിൽ നമ്മുടെ മക്കൾ ഇല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ തലമുറയിലെ മാതാപിതാക്കളോട് നമ്മൾ അപ്പച്ചന്മാരും അമ്മച്ചിമാരും കുറച്ചുകൂടെ കരുണ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കൂഹിക്കാൻ പറ്റുന്നതിനേക്കാൾ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഇപ്പോഴത്തെ പേരൻറ്റിങ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാതാപിതാക്കൾ നേരിടുന്നു. അതിൻ്റെ ഒന്ന് രണ്ട് കൊച്ചുദാഹരണങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടുന്ന് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഇംഗ്ലണ്ടിനും ന്യൂസിലൻഡിനും അമേരിക്കയ്ക്കും ഒക്കെ പോകും. കൊച്ചുമക്കളെ നോക്കാനായിട്ടാണ് പോകുന്നത്. പോകുന്ന പോക്ക് കണ്ടാൽ ട്രംപ് വിളിച്ചിട്ട് പോവുകയാണെന്ന് നമുക്ക് തോന്നും, അല്ലേ? ഞാൻ അടുത്ത ആഴ്ച ഷിക്കാഗോയിലായിരിക്കും. പിന്നെ ട്രംപ് ഒരു ഡിസ്കഷന് വേണ്ടി വൈറ്റ് ഹൗസിലോട്ട് വിളിച്ചു. ഒന്നുമല്ല, എന്തിനാ പോകുന്നേ? പിള്ളേരെ നോക്കാൻ പോകുന്ന. സത്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന വലിയൊരു നന്മയാണത്. ഞാനത് കളിയാക്കി പറഞ്ഞതല്ല. കാരണം അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും നിങ്ങൾക്ക് ആരോഗ്യമുള്ള കാലത്തോളം നിങ്ങളുടെ മക്കൾ വിളിച്ചാൽ നിങ്ങൾ പോണം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവിടെയാണെങ്കിൽ പള്ളിയിലിടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കാം. അവിടെ ചെന്നാൽ ഇംഗ്ലീഷിൽ എങ്ങനെ വഴക്കുണ്ടാക്കും? ബാത്റൂമിൽ കയറിയിട്ട് വഴക്കുണ്ടാക്കണം. അപ്പോൾ ഇനി നിങ്ങൾ ഈ പള്ളിയിലെ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തിക്കോളും. ഇവിടെ കളക്ടറുണ്ട്, ജില്ലാ കളക്ടറുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ്, അവരിവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയുന്ന അവരുടെ സങ്കടങ്ങൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ, യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെ പോയി കുറച്ച് ദിവസം നിൽക്കണം. നിങ്ങൾക്ക് ഒത്തിരി സ്വാതന്ത്ര്യക്കുറവൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാൻ എന്തുകൊണ്ടാണത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒരാൾ അപ്പനും അമ്മയും ജോലി ചെയ്യുന്ന ആൽബിനെ നീ ഫോട്ടോ എടുക്കാൻ വന്നാണ്, അവനൊന്ന് എടുത്തോട്ടെ, അത് കഴിഞ്ഞ് ബാക്കി പറയാം. കിട്ടിയോ? റൈറ്റ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ അപ്പനും അമ്മയും ജോലി ചെയ്യുന്ന വീട്ടിൽ നമ്മുടെ മക്കളെല്ലാവരും സർക്കാർ ജോലിക്കാരല്ല. ഞാനിത് വളരെ യാഥാർത്ഥ്യ ബോധത്തോടാണ് പറയുന്നത്. വെറുതെ കാൽപ്പനികമായി 50 കൊല്ലത്തെ മുമ്പിലത്തെ കാര്യങ്ങൾ പറയുകയല്ല, വളരെ റിയലിസ്റ്റിക്കായി ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും യാത്ര ചെയ്യാൻ ഒരല്പമെങ്കിലും, ഇപ്പോൾ വീൽ ചെയറിൽ ഇരുന്നാൽ മതി, നിങ്ങൾ വിമാനം ഒന്നും ഓടിക്കേണ്ട, ഒരു പൈലറ്റ് 1-2 പൈലറ്റുമാർ കാണും, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതി, ബാക്കി സന്ദർഭങ്ങളിൽ ആരും ഓടിച്ചോളും. നിങ്ങൾ പോണം കേട്ടോ അമ്മച്ചിമാർ. എന്താ, നിങ്ങളൊന്നും ജോലി ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ പറയാം, എൻ്റെ കാര്യം പറയാം. പണ്ടത്തെ പോലെ 10 മുതൽ 4 വരെയുള്ള സമയത്തല്ല ഇപ്പം നമ്മുടെ മക്കളാരും ജോലി ചെയ്യുന്നത്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ കൂടുതലും ഗവൺമെൻറ് സെക്ടറിൽ, സർക്കാർ മേഖലയിൽ പ്രവർത്തിച്ചവരാണ്. 10 മണിക്ക് ജോലി തുടങ്ങി 4 മണിക്ക് തീരും. പക്ഷെ ഇപ്പോഴത്തെ ജോലിയുടെ ക്രമം അങ്ങനെയല്ല. ഇവരെല്ലാവരും പ്രൈവറ്റ് സെക്ടറിൽ, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കങ്ങനെ ക്ലിപ്തമായ ഒരു സ്റ്റിപ്പുലേറ്റഡായ നിശ്ചിതമായ ഒരു ജോലി സമയമൊന്നുമില്ല. അതാത് ദിവസം വീട്ടിൽ വന്നാൽ പോലും ചെയ്തു തീർക്കാനാവാത്ത തരത്തിൽ ജോലിയുടെ അളവ് വളരെ കൂടുതലാണ്. മിക്ക കമ്പനികളും, IT കമ്പനികളൊക്കെ ആണെങ്കിൽ ലാപ്ടോപ്പ് കൊടുക്കും, ഫോൺ കൊടുക്കും. നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല, വീട്ടിൽ ചെന്നാലും ഈ പണി ചെയ്യണം. അപ്പോൾ അത്രയ്ക്ക് ജോലിഭാരമുണ്ട്. ഈവൻ ഈ സ്കൂളുകളിലും കോളേജുകളിലും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും അവർ സർക്കാർ മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും പേപ്പർ വർക്ക് ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ അപ്പനും അമ്മയും
2 മക്കളും മാത്രമുള്ള ഒരു വീട് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ബാംഗ്ലൂരിലോ ചെന്നൈയിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ മുംബൈയിലോ ഒക്കെ നമ്മുടെ മക്കൾ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുമ്പം, ബോംബെയിലെയൊക്കെ ട്രാഫിക്ക്, ബാംഗ്ലൂരിലെ ട്രാഫിക്കൊക്കെ ആണെങ്കിൽ രാവിലെ 7-നും 7:30-ക്കും പോയാൽ വൈകിട്ട് ഒരു 6:30-7 മണിക്കാണ് ഇവർ തിരിച്ചു വരുന്നത്. ഇത്രയും നേരം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടാണ് അവർ തിരിച്ചു വരുന്നത്. വരുന്ന വഴിക്ക് പിള്ളേരെ ഒന്നിൽ അവർ കളിക്കുന്ന സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ബേബി സിറ്റിങ് നടത്തുന്നെങ്കിൽ അവിടുന്നോ അവരെ വണ്ടിയെ കൊണ്ടുവന്ന് തിരിച്ചു വരും. വീട്ടിലൊരു 7-7:30 ആകും എത്താൻ. എങ്ങനെങ്കിലും കിടന്നാൽ മതിയെന്ന ഒരു 1-2 മണിക്കൂർ സമയമാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അടുത്ത ദിവസത്തേക്കുള്ള തുണി തേക്കണം, രാവിലെ കഴുകാതെ പോയിരിക്കുന്ന പാത്രം കാണും. കാരണം രാവിലെ തിരക്കിനിടയിൽ ഈ പാത്രമെല്ലാം കഴുകണം, അന്നത്തെ തുണി അലക്കണം, അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, ഡിന്നർ ഒരുക്കണം. ഈ 2 മണിക്കൂർ ഈ കൊച്ചു പിള്ളേർ അപ്പൻ്റെയും അമ്മയുടെയും കൂടി ഇരിക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്. നിങ്ങൾ ആ 2 മണിക്കൂറത്തെ സമയം ഇവരുടെ ടെൻഷൻ ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. അപ്പോൾ പിള്ളേർക്ക് എന്ത് ചെയ്യണം? ഇവരുടെ കൂടെ ഇച്ചിരി നേരം TV കാണും. ഇവർക്ക് TVയും കാണണ്ട, ഒന്നും കാണും. ചില പിള്ളേർക്കാണെങ്കിൽ കളിക്കണം. ചില കൊച്ചു പിള്ളേരാണെങ്കിൽ അമ്മയുടെ സാരിത്തുമ്പത്ത്. ഇവനെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിരുത്തണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ കൊച്ചുങ്ങളെ എവിടെയെങ്കിലും 1 മണിക്കൂർ ഒന്ന് അടക്കി ഇരുത്തിയിട്ട് വേണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, മൊബൈൽ എടുത്ത് കയ്യിലോട്ട് കൊടുക്കും. കാരണം ഇതിൻ്റെ കളറും ഇതിൻ്റെ ഡിസ്പ്ലേ എല്ലാം കൂടെ കാണുമ്പം അനങ്ങാതെ കുറച്ച് സമയം ഇരിക്കും പിള്ളേർ. അല്ലെങ്കിൽ TV-യിൽ എന്ത് ചെയ്യും? കാർട്ടൂൺ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെല്ലാം മൊബൈലിന് അഡിക്റ്റ് ആവാനോ കാർട്ടൂൺ അഡിക്റ്റ് ആവാനോ ഒന്നുമല്ല, അപ്പൻ്റെ അമ്മയുടെയും നിവൃത്തികേട് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഈ അപ്പനെ അമ്മയൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു. അവരുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാൻ പോലും ആവില്ല. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ പിള്ളേരെപ്പോഴും മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നത് വളർത്തുദോഷം കൊണ്ടല്ല, ഗതികേട് കൊണ്ടാണ്. ഒരുപക്ഷെ ഒരപ്പച്ചനോ അമ്മച്ചിയോ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് സമയം ഈ പിള്ളേരെ ആര് നോക്കും? അപ്പച്ചനോ അമ്മച്ചിയോ നോക്കും. അവർക്കതെന്തോ ഒരാശ്വാസമാണെന്നറിയാമോ? മാത്രവുമല്ല, അങ്ങനെയാണെങ്കിൽ പിള്ളേർ നേരത്തെ സ്കൂളിൽ വരും. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുത്തു, കുറച്ച് നേരം കൊച്ചു പിള്ളേരാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ചു, കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്ന് TV കണ്ടു, കുറച്ച് നേരമൊക്കെ കഥ പറഞ്ഞു. അപ്പനും അമ്മയും വരുമ്പോഴത്തേക്കും പിള്ളേർ സെറ്റിലായി. "50 കൊല്ലം മുമ്പ് ഇങ്ങനല്ലായിരുന്നു" എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കുടുംബത്തിൻ്റെ ടെക്സ്ചർ വല്ലാതെ മാറി. നമ്മുടെ കേരളത്തിലെ തന്നെ ചില നഗരങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും, "അച്ഛാ, അപ്പനെ അമ്മയും വിളിച്ചാൽ വരത്തില്ല, കാരണം അവർക്ക് ഇവിടെ വന്നിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല." സത്യമാണ്. നിങ്ങളിനി എന്തോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഈ തലമുറയിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങളുടെ മക്കളുടെ കൂടെ കഴിയുമെങ്കിൽ കുറേ ദിവസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്നിച്ച്, അതൊരു വലിയ ആശ്വാസമാണ്. ഒരുപക്ഷെ അവർക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. ശരിയാണ്, മുംബൈ ചെന്നാൽ ബാംഗ്ലൂർ ചെന്നാൽ ഒരു ഫ്ലാറ്റിൽ നിങ്ങൾ ഇരിക്കണം. പക്ഷേ നിങ്ങൾക്ക് അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ദൈവം ബലവും ആരോഗ്യം തരുന്നിടത്തോളം കാലം നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇച്ചിരി കുറഞ്ഞാലും ഇത് ആർക്കൊക്കെ ഗുണമാണ്? മക്കൾക്കും ഗുണമാണ്, കൊച്ചുമക്കൾക്കും ഗുണമാണ്. പിന്നെ മാത്രവുമല്ല, അവരുടെ കൂടൊക്കെ ഒന്ന് ഇരുന്നാൽ മനസ്സിന് കുറച്ച് സന്തോഷം കിട്ടും. എൻ്റെ അമ്മയൊക്കെ പറയും, മുട്ടിന് വേദനയും കാലിന് വേദനയൊക്കെ ഉണ്ട്, എന്നാലും പറയും വീട്ടിൽ പിള്ളേർ സ്കൂളിൽ ഇങ്ങോട്ട് ഓടി വന്ന് കെട്ടി പിടിച്ച് അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ്, അപ്പച്ച എന്നൊക്കെ, എൻ്റെ ഫാദർ നേരത്തെ മരിച്ചുകൊണ്ടാണ് ഈ അമ്മച്ചി എന്ന് പറയുന്നത്, അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത്, അപ്പോൾ അവർക്കൊരു കൊഴുക്കട്ട ഉണ്ടാക്കി, അവർക്കൊരു ഏത്തക്കാപ്പം ഉണ്ടാക്കി, അവർക്കൊരു ചായ ഇട്ട് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ഒരു കുടുംബ സിറ്റുവേഷനിൽ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും ഒരു വലിയ റോളുണ്ട്.
ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ വണ്ടിക്കൊക്കെ ഷോക്ക് അബ്സോർബർ എന്ന് പറയുന്ന ഒരു എന്തിനാണ് പ്രഷറൊക്കെ അബ്സോർബ് ചെയ്യാൻ. ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്നത് ഒരു ഷോക്ക് അബ്സോർബേഴ്സാണ്. അവരുടെ കൂടെ സമയം ചെലവഴിച്ചാൽ അവർക്ക് ഒത്തിരി കഥകൾ പറയാൻ കാണും, സ്കൂളിലെ കഥകളൊക്കെ. ഇത് കേൾക്കാൻ പേരൻസിന് സമയമില്ല. അത് മനസ്സില്ലാഞ്ഞിട്ടല്ല, ദൈവത്തെ ഓർത്ത് അത് ആദ്യം മനസ്സിലാക്കുക. അവർ പിള്ളേരുടെ കൂടെ ഇരിക്കാത്തത് മനസ്സില്ലാത്തത് കൊണ്ടല്ല, അവരത്രയ്ക്ക് തളർന്നാണ് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് മക്കൾ വേണ്ട എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പോലും ചിന്തിച്ചു തുടങ്ങുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുടുംബങ്ങൾ 50 കൊല്ലം മുമ്പിലത്തെ 25 കൊല്ലം മുമ്പിലത്തെ കുടുംബങ്ങളല്ല. അതിൻ്റെ ടെക്സ്ചർ മാറി, അതിൻ്റെ ഘടന മാറി, അതിൻ്റെ ഡൈനമിക്സ് മാറി. അപ്പോൾ ഈ തലമുറയിൽ നമുക്ക് കുറച്ചുകൂടെ, അതുപോലെ തന്നെയാണ് ഇതിവിടുത്തെ മാത്രമല്ല, നമ്മൾ ഇന്ത്യക്ക് പുറത്തൊക്കെ ആണെങ്കിലും ഇതിൻ്റെ തന്നെ നൈറ്റിലായിരിക്കും മിക്കവാറും ആളുകൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ പള്ളിയിൽ വന്നിരുന്ന് ഉറങ്ങും. നമ്മൾ അച്ഛന്മാർ ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? മുമ്പിൽ വന്നിരുന്ന് യാക്കോബ് ഉറങ്ങുന്ന പോലെ അങ്ങ് ഉറങ്ങി ഗോവേണിയെ കൂടെ കയറി അങ്ങ് മേളോട്ട് പോകും. ഒരു ഗോവേണിയാണേ വേണ്ടുകയില്ല, ഒരു 3-4 ഗോവേണിയെ കൂടാണ് മേളോട്ട് കയറുന്നത്. അത് പ്രസംഗത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ടോ ആരാധനയിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ജോലി കഴിഞ്ഞ് ഓടി വീട്ടിൽ ചെന്ന് റെഡിയായി പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നതാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ പോകരുതെന്ന് കരുതി നല്ല ക്ഷീണം ഉണ്ടായിട്ടും അവരെയും കൊണ്ട് വരുന്ന. അപ്പോൾ ഈ തലമുറയിലെ കുഞ്ഞുങ്ങളോട്, പ്രത്യേകിച്ച് മാതാപിതാക്കളായിരിക്കുന്നവരോട് നമുക്ക് കുറച്ചുകൂടെ ഒരു സിമ്പതറ്റിക്കായി, കുറച്ചുകൂടെ ഒരു ആർദ്രതയോടുകൂടെ ഇടപെടേണ്ടത് ആവശ്യമാണ്. കാരണം അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, നിങ്ങൾ മാതാപിതാക്കളായിരുന്ന കാലഘട്ടത്തിലെ സമ്മർദ്ദങ്ങളല്ല. മാത്രവുമല്ല, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഇത് വലിയ പ്രഷറാണ്. നമ്മൾ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ പഠിച്ചിരുന്നത് പോലെ അല്ല, അല്ലെ 10-ാം ക്ലാസ്സിൽ പഠിച്ചത്. ഇതിപ്പോൾ ജീവൻ മരണ പ്രശ്നമാണ്. അപ്പോൾ ഇത്രയും സമ്മർദ്ദം കുഞ്ഞുങ്ങളുടെ പുറത്തുണ്ട്, ഈ സമ്മർദ്ദം മാതാപിതാക്കളുടെ പുറത്തുണ്ട്. അപ്പോൾ അപ്പച്ചനോ അമ്മച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരാശ്വാസമല്ലേ. പണ്ട് 10-ാം ക്ലാസ് കഴിഞ്ഞപ്പം ഏത് ഗ്രൂപ്പിന് പോകണമെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ അപ്പൻ നാട്ടുകാരോടൊക്കെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, അവൻ ഏത് വിഷയത്തിനാണ് കൂടുതൽ മാർക്ക്? കണക്കാ. എന്നാൽ പിന്നെ അവൻ ഫസ്റ്റ് ഗ്രൂപ്പിന് പോട്ടെ. അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പിൽ പോയ ആളാണ്. ഇന്നും പുള്ളിക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല ഞാൻ എന്തിനാ ഫസ്റ്റ് ഗ്രൂപ്പിൽ പോയത്. അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാര്യങ്ങൾ. അതിനൊന്നും പ്രത്യേകിച്ച് വലിയ യുക്തിയൊന്നുമില്ല, അങ്ങ് ഒരു വഴിക്ക് പോവുക. എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു, അത് അങ്ങനെ ആയിരിക്കണമല്ലോ, അല്ലാതെ ശരിയാവാൻ വഴിയില്ല. അപ്പോൾ എൻ്റെ അമ്മ നല്ലപോലെ വെളുത്തിട്ട് എൻ്റെ അപ്പൻ അത്യാവശ്യം കറുത്തിട്ടുക. അപ്പം കല്യാണാലോചനയൊക്കെ വന്നു. അപ്പം പട്ടാളത്തിലാണ്. ഇത് ഞാൻ അന്ന് പറഞ്ഞു കേട്ടതേ ഉള്ളൂ, അന്ന് ഞാനില്ല. ഇത് എല്ലാം ഇങ്ങനെ വിവരങ്ങൾ പറഞ്ഞറിഞ്ഞതാണ്. അപ്പോൾ എൻ്റെ വല്യമ്മച്ചിക്ക്, അമ്മയുടെ അമ്മച്ചിക്കൊരു ചേരുമോ എന്നൊരു സംശയം. വടക്ക് നോക്കി യന്ത്രത്തിലെ പോലെയാണ്, ഒരു മാച്ച് ആവുന്നില്ല. അപ്പോൾ എൻ്റെ അപ്പച്ചനോട് ചോദിച്ചു, നമുക്കിത് വേണോ? കൂടുതലൊന്നും പറഞ്ഞില്ല. അപ്പച്ചൻ പറഞ്ഞു, ഇത് മതി. എന്നാലും ഇത് മതി. അപ്പം അമ്മച്ചി ചോദിച്ചു, നിങ്ങൾ എന്തോ കണ്ടോണ്ടാ ഇത് മതി എന്ന് പറയും? അന്ന് എൻ്റെ അപ്പം പട്ടാളത്തിലെ ഈ ഹവിൽദാര, സാധാരണ ഒരു ജോലിയാണ്. 10-11 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അങ്കിളെന്നൊക്കെ വിളിക്കാനുള്ള പ്രായമുണ്ട് എൻ്റെ അപ്പൻ. മോനി അങ്കിളെന്നൊക്കെ വിളിക്കണം. നല്ല പ്രായമുണ്ട്, നിറവ്യത്യാസമുണ്ട്, വലിയ ജോലിയൊന്നുമില്ല, സാധാരണ പട്ടാളക്കാരൻ. അപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ പറഞ്ഞു, അവൻ മതി. എന്നാലും അവൻ്റെ കഴുത്തിന് നല്ല വണ്ണമുണ്ട്. അപ്പോൾ ചോദിച്ചാൽ അതുകൊണ്ടെന്തുവാ? എൻ്റെ കൊച്ചിനെ പട്ടിണി കിടത്തില്ല. അപ്പോൾ എന്തിനാണ് എൻ്റെ അമ്മ എൻ്റെ അപ്പനെ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, അപ്പൻ്റെ കഴുത്തിന്. അപ്പോൾ അപ്പച്ചൻ പറയുന്നത്, എൻ്റെ കൊച്ചിനെ, നിങ്ങൾ ഈ പ്രായമുള്ളവരൊക്കെ ഒന്ന് ആലോചിക്കുക, മിക്കവാറും കല്യാണം കഴിച്ചതിനൊന്നും വലിയ യുക്തിയൊന്നുമില്ല.
ഉണ്ടോ? അവരുടെ വീട്ടിലൊരു പശു കാണും, ഇപ്പുറത്തൊരു എരുമ പെറ്റ് കിടപ്പുണ്ടായിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇന്ന് അതൊന്നും നടക്കില്ല. ഇന്ന് കഴുത്തിന് വണ്ണമുണ്ടായി വല്യമ്മ പോയി കെട്ടുകയുള്ളൂ. നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ പെമ്മക്കളോട് പറയുക, എടി അവനെ മതി, എന്താ കഴുത്തിന് നല്ല വണ്ണോ? നടക്കുവോ ഇല്ലയോ? ഇല്ല. പണ്ട് 10ാം ക്ലാസ്സിൽ എങ്ങനെയൊക്കെയോ പഠിച്ചു. അന്ന് ശിവൻകുട്ടിയായിരുന്നു മന്ത്രി, എങ്കിൽ കുറച്ചുകൂടെ മാർക്ക് കിട്ടിയാനായിരുന്നു. ഇതിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ജയിച്ചു. ഞാൻ ആലോചിക്കും, ദൈവമേ, നമ്മൾ എങ്ങനെയൊക്കെയോ അങ്ങ് വളർന്നു. പുറമോട്ട് നോക്കുമ്പോൾ തമ്പുരാൻ എങ്ങനെയൊക്കെയോ നടത്തി. പക്ഷെ അന്നത്തെ വിദ്യാഭ്യാസമല്ല ഇപ്പോഴത്തെ വിദ്യാഭ്യാസം. CBSE വേണോ, ICSE വേണോ, പിന്നെ കേരള വേണോ, വലിയ സിലബസ്, ഏത് സ്കൂളിൽ വിടണം. 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ +2-ൽ തന്നെ, പണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഇപ്പം അങ്ങനല്ല. ബയോ സൈക്കോളജി, ബയോ ഫിസിയോളജി, എന്തൊക്കെയോ കോഴ്സുകളുണ്ട്. അപ്പം നമുക്ക് പരിചയമില്ലാത്ത ഒരു ലോകക്രമത്തിൽ മക്കളെ വളർത്തുന്നത് വലിയ സമ്മർദ്ദമാണ്. അങ്ങനൊരു ലോകത്ത് നമ്മൾ 50 കൊല്ലം മുമ്പിലത്തെ, 25 കൊല്ലം മുമ്പിലത്തെ കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന പിള്ളേരോട്, ഞാൻ 27 കൊല്ലം മുമ്പ് അച്ഛനായപ്പോൾ ഏലിയ സൂപ്പർ സ്റ്റോഴ്സിലെ അച്ചായൻ എനിക്ക് സൗജന്യമല്ല, ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലാണ് ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചെന്ന് ഇപ്പോൾ ഇറങ്ങുന്ന അച്ഛന്മാരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അന്ന് അങ്ങനെ ജീവിച്ചു. അപ്പോൾ ലോകം മാറി, കാലം മാറി. ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ ഒരു കുടുംബ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഇത് ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. ഇതൊരു അണു കുടുംബമാണ്. ഈ അണു കുടുംബത്തിൽ, ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ, ഈ സ്കൂട്ടർ ഫാമിലിയിൽ 2 പിള്ളേർ, 1 പിള്ളേർ, അവിടെ മക്കളെ വളർത്തുന്നത് 2 പേരും ജോലി ചെയ്യുന്ന വീട്ടിൽ, അതും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വീട്ടിൽ വലിയ പ്രയാസമാണ്. പിള്ളേരാണെങ്കിലും വളരെയധികം ഡിമാൻഡിങ് ആണ്. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കറിയാം, ചെറുപ്പത്തിൽ നമ്മുടെ അമ്മ സ്കൂളിൽ പോകുമ്പം കഴിക്കാൻ ചെല്ലുമ്പം വട്ടയപ്പമാണ്. എനിക്ക് വട്ടയപ്പം വേണ്ട. എന്തോ പറയും, നിനക്ക് പിന്നെ എന്തോ വേണം? എനിക്ക് ബ്രെഡും ഓംലേറ്റും കൂടെ മതി. ഉണ്ടാക്കി തരുമോ ഇല്ലയോ? നിനക്ക് വേണേ? അന്ന് ബ്രെഡും ഇല്ല. ഞാൻ വിചാരിച്ചു മൈലപ്രായിലൊക്കെ പണ്ടേ ബ്രെഡ് ഉണ്ടോയെന്ന് വിചാരിച്ചു. അന്ന് ബ്രെഡൊന്നും. എനിക്ക് പുട്ട് മതി. ഇപ്പം പുട്ടുണ്ടാക്കി കൊണ്ടുതരാം. ഒറ്റ മറുപടിയേ ഉള്ളൂ, വേണേ കഴിക്കാം. അപ്പം അമ്മയ്ക്കറിയാം വേറെ പോകുന്ന വഴിക്ക് കഴിക്കാൻ പൈസയില്ല, പോക്കറ്റ് മണി ഇല്ല, ഗൂഗിൾ പേ ഇല്ല, സ്കൂളിൽ ചെന്നാൽ അടുത്തെങ്ങും ബേക്കറി ഒന്നുമില്ല. പരമാവധി കിട്ടാവുന്നതൊരു റസന വെള്ളവും പിന്നെ ഒരു പപ്സും. അതുതന്നെ വാങ്ങാൻ എല്ലാവരുടെ കയ്യിലും ഒന്നും. അപ്പോൾ ഇവൻ പോയിട്ട് ഇവൻ്റെ അപ്പം വന്ന് കഴിക്കും വിശന്നാൽ. ഇന്നങ്ങനെ നിങ്ങൾ പറയുമോ, എനിക്ക് രാവിലെ ചപ്പാത്തി വേണ്ട, നിനക്ക് എന്താണ് ഞാൻ തരേണ്ടത് ഭവാൻ? ഞാൻ ഇന്ന് പുട്ടാണ് കഴിക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ? ഇപ്പം തള്ളിത്തരാവടാന്ന് പറഞ്ഞ് നേരെ എന്നിട്ട് എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെയാണ്. കുറ്റമല്ല, കാരണം എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ, വാശി എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരപ്പച്ചനും അമ്മച്ചും അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരാം. പിന്നെ വേണ്ടായെങ്കിലും എന്തു ചെയ്യും? പിള്ളേരെ ഫീഡ് ചെയ്യാൻ അമ്മച്ചിമാർക്കൊരു പ്രത്യേക നാക്കുണ്ട്. ഇങ്ങനെ പുറകെ ചക്കരെ മക്കളെ ഇത് കഴിച്ചിട്ടാടാ നിൻ്റെ അപ്പൻ ഈ പരുവത്തിലായ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്ത്. അതുകൊണ്ട് ഇന്നത്തെ പേരൻറ്റിങ്ങിൽ വെറുതെ നമ്മുടെ മക്കളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ, ശരിയായിരിക്കാം, കുറവുകളുണ്ടായിരിക്കാം, നമ്മളെപ്പോലൊന്നും അല്ലായിരിക്കാം, പക്ഷേ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും ചെയ്യാവുന്ന ഒരു വലിയ കാര്യം,
നിങ്ങൾക്ക് ആരോഗ്യവും. അതിനാണ് ഞാൻ ഈ വീണ്ടും 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 പറഞ്ഞത്. 50 കൊല്ലം മുമ്പ് ഞാൻ ഇങ്ങനായിരുന്നു, എന്നെ കെട്ടിച്ചുകൊണ്ട് വന്നപ്പോൾ ഇങ്ങനായിരുന്നു, ഞാൻ കെട്ടിയപ്പോൾ നിൻ്റെ അച്ഛൻ ഇങ്ങനായിരുന്നു. ഒരു കാര്യമില്ല. ലൈഫിന് എന്തില്ല? റിവേഴ്സ് ഗിയറില്ല. നമുക്കിനി പുറമോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ഇനി മുന്നോട്ട് പോകാനേ നമുക്ക് സാധിക്കും. മുന്നോട്ട് പോകുമ്പം കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. ഇതാണ് എനിക്ക് ഒന്നാം ഭാഗമായി പറയാനുള്ളത്. ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം ഇതിനോട് ചേർന്ന് നിൽക്കുന്നതോ ചേരാത്തതോ ആയിരിക്കാം. രണ്ടാം ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു 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 കേരളത്തിൻ്റെ ഒരു അവസ്ഥയാണ്. കേരളത്തെക്കുറിച്ച് BBC-യിൽ നമ്മളെല്ലാം വന്ന വാർത്ത നമ്മളൊക്കെ കണ്ടതാണ്. അവിടെ പറയുന്നത് എന്താണ്? ഇതൊരു നരച്ച നഗരമായി മാറിക്കഴിയും, ഇതൊരു പ്രേതാലയമായി മാറിക്കഴിയും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ മൈലപ്ര ഉൾപ്പെടുന്ന മധ്യ തിരുവിതാംകൂർ പ്രദേശത്ത് വീടുകളിൽ ആരേ ഉള്ളൂ? പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ. നമ്മളതിൽ വിഷമിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. കാരണം നമ്മുടെ മക്കൾ നാട്ടിൽ നിന്നാൽ നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ സ്കൂളുകളിലും കോളേജുകളിലും MEd കഴിഞ്ഞവരും BEd കഴിഞ്ഞവരും PhD കഴിഞ്ഞവരും ഉണ്ടെങ്കിലൊക്കെ പോലും എല്ലായിടത്തും കുട്ടികൾ കുറയുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ജോലിയുടെ സാധ്യത കുറയുകയല്ലാതെ കൂടാൻ യാതൊരു തരവുമില്ല. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മുൻപിൽ ജീവിക്കണമെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ പോകേണ്ട അവസ്ഥയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ പിള്ളേർക്കൊക്കെ നാട്ടിൽ നിൽക്കരുതോ? നല്ല ചോദ്യമാണ്. പക്ഷേ നമ്മൾ ഇതൊക്കെ പറഞ്ഞ് പിള്ളേരെ നാട്ടിൽ നിർത്തും. അവർക്കൊരു വിവാഹാലോചന വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഈ മൈലപ്ര പള്ളിയിൽ 2 ചെറുപ്പക്കാരുണ്ടെന്ന് വിചാരിക്കാം. 2 പേരും പ്രീ ഡിഗ്രി കൊണ്ട് പഠിത്തം നിർത്തി. ഒരാൾ വെൽഡിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഗൾഫിൽ പോയി. അവൻ അവിടെ 25,000 രൂപ ശമ്പളമുണ്ട്. അവിടെ പുള്ളി നല്ല സാമാന്യം ഒരു കുഴപ്പമില്ലാത്തൊരു കമ്പനിയിൽ ജോലി ചെയ്യും. ഇത്രയും രൂപ നാട്ടിൽ നമ്മുടെ ഒരു പയ്യന് കിട്ടും. അവന് ഓട്ടോയാണ് ഓടിക്കുന്നത്. കള്ളുകുടിയില്ല, ബീഡി വലിയില്ല, യാതൊരു ദുസ്വഭാവവുമില്ല. എല്ലാ ആഴ്ചയും പള്ളി വരും. ഒരു 25,000 രൂപ കിട്ടും. ആരുടെ വിവാഹം നടക്കാനാണ് എളുപ്പം? പറ. 2 പേർക്കും ഒരേ ശമ്പളമല്ലേ? നിങ്ങളുടെ മോളെ കെട്ടിച്ചു കൊടുക്കുമോ? സൽസ്വഭാവിയാണ്. കള്ളു കുടിക്കത്തില്ല, ബീഡി വലിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, എല്ലാ ആഴ്ചയും പള്ളി വരും. പക്ഷേ ചെറിയ പ്രശ്നം, മൈലപ്ര സ്റ്റാൻഡിൽ കിടന്ന് അവന് ഓട്ടോ ഓടുന്നു. അത് നമ്മുടെ അഭിമാനത്തിന്. അപ്പം നല്ല കൊച്ചനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി നിങ്ങളങ്ങനെ തീരുമാനിച്ചാലും നിങ്ങളുടെ പെമ്പിള്ളേർ സമ്മതിക്കുമോ? ഇനി അഥവാ പെമ്പിള്ളേർ സമ്മതിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പോൾ കാര്യത്തോടടുക്കുമ്പോൾ കാര്യങ്ങളങ്ങ് മാറും. അപ്പോൾ ഈ ചെറുപ്പക്കാർ 25,000-ഓ 30,000-ഓ ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്ക് കേരളത്തിൽ നിൽക്കുന്നതിനേക്കാൾ ഗൾഫിലോ മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ വിവാഹം വേഗത്തിൽ നടക്കും. നമ്മൾ കുറച്ചുകൂടെ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് വേണം
നമ്മുടെ മക്കൾ കേരളത്തിന് പുറത്തേക്ക് പോകുന്നതിനെ, ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നതിനെ മനസ്സിലാക്കാൻ. എല്ലാവരും ഇതോർത്ത് സങ്കടപ്പെടുകയാണ്. ശരിയാണ്, പക്ഷേ കാര്യം ഒരു പ്രശ്നമാണ്. ഈ അടുത്ത സമയത്ത് കൂടുതൽ ആളുകളും ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് ജർമ്മനിക്ക് പോകുന്നുണ്ട്. ഒരു പ്രീ ഡിഗ്രി വരെ പഠിച്ച് അത്യാവശ്യം ഒരു ബി ലെവൽ അല്ലെങ്കിൽ ഒരു ലെവൽ 2 ജർമ്മനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നേഴ്സിംഗ് ഹോമിൽ എവിടെ ജോലി കിട്ടും? ജർമ്മനിക്ക് പോവാം. ഒരു 20 വയസ്സാകുമ്പോഴത്തേക്കും അവനൊരു ഇന്ത്യൻ രൂപ ഒരു 2 ലക്ഷം രൂപ ജോലിയുള്ള ശമ്പളം കിട്ടും. എന്നാൽ ആ പയ്യൻ നാട്ടിൽ നിന്ന് MSCയും കഴിഞ്ഞ് PhDയും കഴിഞ്ഞിട്ട് ഇവിടെ നടക്കുവാണ് ഒരു കോളേജിൽ ജോലി കിട്ടാൻ. ഇനി അഥവാ കിട്ടിയാൽ എത്ര ലക്ഷം രൂപ കൊടുക്കണം? ഇനി കൊടുത്താൽ എന്ന് ശമ്പളം കിട്ടും? അപ്പോൾ ഈ പിള്ളേർ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്? 20 വയസ്സിനുള്ളിൽ 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ കിട്ടത്തക്ക തരത്തിൽ പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് ഒരു ലെവൽ 2 ജർമ്മനും വെറുതെ PhD ഒന്നും എടുത്തിട്ട് ഒരു കാര്യവുമില്ല. അത് മോശമായതുകൊണ്ടല്ല, എവിടെയാ ജോലി ഇരിക്കുന്നെന്ന് പറ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിലുള്ള വഴി ഏതെങ്കിലും ഒരു രാജ്യത്ത് പോവുക എന്നുള്ളതാണ്. അത് അവരാഗ്രഹിച്ചിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ വേറെ വഴിയില്ല. ഞാനൊരു 4-5 മാസം മുമ്പ് എനിക്ക് ജർമ്മനിക്ക് പോകാൻ ഒരു വിസായ്ക്ക് വേണ്ടി ഞാൻ കൊച്ചിയിൽ VFS നിൽക്കുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു പ്രത്യേക കൗണ്ടറില്ല. ഞാൻ മോളിൽ നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മാൾട്ട. ഞാൻ ആട്ടാന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും മാൾട്ട. ഈ പിള്ളേരെല്ലാം അങ്ങോട്ട് പോവുക. നിങ്ങൾ ലോകത്തിൽ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു യുദ്ധം ഉണ്ടായെന്നറിയുമ്പോഴാണ് ഇന്ത്യയിൽ നിന്നൊരു 10 വിമാനം വിടും. കാരണം അത്രത്തോളം മലയാളികൾ അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ്? അത് ജോലിയില്ലാത്തതുകൊണ്ടാണ്. ഇതിൽ മാർത്തോമാ സഭയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാനില്ല. കാരണം ഇത് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ജോലിയില്ല എന്നത് ഒരു സത്യമാണ്. അപ്പോൾ ജോലി ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ മക്കൾ എവിടെ പോകണം? ഏതെങ്കിലും നാട്ടിൽ പോകണം. അപ്പോൾ പ്രശ്നം ഇതാണ്, അവർ ഉപജീവനത്തിന് വേണ്ടി അതിജീവനത്തിന് വേണ്ടി പുറത്തു പോകണോ അതോ നമ്മളെ നോക്കി ഇവിടെ നിൽക്കണോ? ഇത് രണ്ടും കൂടെ പറ്റില്ല. പറ്റുമോ? 3-4 ലക്ഷം രൂപ ശമ്പളവും വേണം, എൻ്റെ വീട്ടിൽ താമസിക്കുകയും വേണം, അവിടെ ഇരിക്കുന്നത് എടുക്കുകയും വേണം, ഇവിടെ ഇരിക്കുന്നത് പറ്റുമോ? മോൻ അമേരിക്കയിൽ ജോലി വേണം, പക്ഷെ എല്ലാ ദിവസവും വീട്ടിൽ വന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം. നടക്കുമോ? അപ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ഇത് അംഗീകരിക്കണം. ശരിയാണ്, വയസ്സൊക്കെ ആകുമ്പം ആരും നോക്കാനില്ല എന്നുള്ളതൊരു സങ്കടമാണ്. ഞാനത് നിഷേധിക്കുന്നില്ല. ഇപ്പം എന്നോട് ചോദിച്ചാൽ എനിക്കുമുണ്ട് ഇത്തരം ആശങ്കകളും ആകുല ചിന്തകളും. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് വലിയ ധൈര്യമൊക്കെ ആയിരുന്നു. ഇപ്പം പഴയതുപോലുള്ള ധൈര്യമൊന്നുമില്ല. കാരണം ഒന്ന് വീണുപോയാൽ ആശുപത്രിയിലായാൽ ആരുണ്ട് നോക്കാൻ? ഇതൊരു പ്രശ്നമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ മക്കളുള്ളവരുടെ അവസ്ഥയും മക്കളില്ലാത്തവരുടെ അവസ്ഥയും കല്യാണം കഴിച്ചവരുടെ അവസ്ഥയും കഴിക്കാത്തവരുടെ അവസ്ഥയും എല്ലാം ഒരുപോലെയാണ്. കാരണം മക്കൾക്ക് ഒരു സ്ഥിരമായ ഒരു വരുമാനം വേണമെങ്കിൽ കേരളം വിടേണ്ട ഒരു സാഹചര്യമുണ്ട്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഒക്കെ അങ്ങനെയുള്ളൂ. അത് തന്നെ അപ്പനും അമ്മയും സർവീസിലിരുന്ന് മരിച്ചു കിട്ടിയാൽ അങ്ങനെങ്ങാനും കിട്ടിയെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇത് മാതാപിതാക്കൾ മനസ്സിലാക്കണം. എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ല എന്നത് സങ്കടമാണെങ്കിലും അതിനൊരു മറുവശം അതല്ല എങ്കിൽ മക്കൾ എന്ത് ചെയ്യും? അപ്പോൾ മക്കൾ നോക്കുന്നില്ല എന്ന സങ്കടമുണ്ടെങ്കിലും
നമ്മൾ എന്ത് കാണാതെ പോകരുത്? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക അവസ്ഥ അറിയാതെ പോകരുത്. എന്നെ പഠിപ്പിച്ചൊരു സാറുണ്ട്. സാറ് കൃത്യ എണ്ണം ഞാൻ പറയുന്നില്ല. സാറിന് 4 മക്കളുണ്ട്. ഏത് സാറാണെന്നറിയാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഞാനൊരു ദിവസം ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുമ്പം ഒരു ബസ് കയറാനായിട്ട് ഞാൻ നിൽക്കുക. ആണെങ്കിൽ ഒരു സാറ് മുന്നോട്ട് പോയി എന്നെ കണ്ടപ്പം ആരാന്ന് എനിക്കറിഞ്ഞില്ല, കാറ് നിർത്തി ഇച്ചിരി പുറമോട്ട് എടുത്തിട്ട് ഗ്ലാസ് തുറന്നിട്ട് അച്ഛൻ എങ്ങോട്ടാ? ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്, ഞാനും ആ വഴിക്കാണ്, കയറിക്കോ വച്ചാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ കയറി. ഞാൻ ചോദിച്ചു സാറ് എവിടെ പോയിട്ടാ? ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചമ്മയെ കൂടെ കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ വണ്ടിയെ കയറി കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയതാ. ഞാൻ ചോദിച്ചു ആരാ? ടീച്ചർ ആശുപത്രിയിലാ. ഞാൻ ചോദിച്ചു ഇപ്പം ആരുണ്ട്? ഇപ്പം ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് സാർ എന്നോടൊരു വർത്തമാനം. ഒരു പക്ഷേ സാറിനോട് പറഞ്ഞതായിരിക്കും, പക്ഷെ ഞാനതിങ്ങനെ കേട്ടു. മരണം വരെ എനിക്ക് മറക്കാനൊക്കില്ല സാറ് പറഞ്ഞ വാചകം. സാറിന് ഞാൻ പറഞ്ഞല്ലോ 4 മക്കളാണ്, മിടുക്കന്മാർ. നമ്മളൊക്കെ ചുമ്മാ വട്ട് കളിച്ചും ഗോലി കളിച്ചും മൂക്കളെ ഒലിപ്പിച്ചും കീറിയ നിക്കറും ഒക്കെ ഇട്ട് നടക്കുമ്പം നല്ല മിടുക്കര് പിള്ളേർ, എല്ലാവരും മിടുക്കരാണ്. സാറ് പറയുക, അച്ഛാ ഒരാളെങ്കിലും മണ്ടനായിരുന്നേ മതിയായിരുന്നു. പക്ഷേ ചോദ്യം, അങ്ങനൊരു മണ്ടൻ നമ്മുടെ പള്ളിയിലുണ്ടെങ്കിൽ നമ്മൾ അയാളെ എങ്ങനെയായിരിക്കും കാണുന്നത്? ഇപ്പം നമ്മുടെയൊക്കെ ഈ പള്ളികളിലൊക്കെ വലിയ ജോലിയും ശമ്പളവും ഇല്ലാത്ത പിള്ളേരൊക്കെ ഉണ്ട്. പള്ളിയിലെ പല കാര്യങ്ങളും നടന്നു വരുന്നത് ഇങ്ങനെയുള്ള ചില സാധാരണക്കാരായ പിള്ളേരുണ്ട്. പക്ഷെ ആരെങ്കിലും അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ യൂറോപ്പിൽ നിന്ന് വരുമ്പോൾ എന്ത് പെട്ടെന്നാണ് അവരെ പൊക്കാനാളുണ്ട്. അച്ഛൻ അവിടെ ചെല്ലുന്നു, അച്ഛൻ കമന്ന് കിടക്കുന്നു, എന്തൊക്കെയാ. പക്ഷേ 2 ആഴ്ച കഴിയുമ്പോൾ ഇവർ പൊടിയും തട്ടി അങ്ങ് പോവും. പിന്നെ ആരേ ഉള്ളൂ? ഈ പാവം പിള്ളേരേ ഉള്ളൂ. ദൈവസന്നിധി പോലും ഇങ്ങനെ അച്ഛന്മാർ വീഴാറില്ല. കാരണം പള്ളിപണിക്ക് ശതാബ്ദിക്ക് പൈസ കിട്ടണമെങ്കിൽ വാങ്ങിച്ചു വച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ കുറേ സാധാരണ പിള്ളേരുണ്ട്. ഓട്ടോ ഓടിക്കുന്നവരും പ്രൈവറ്റ് ബസ് ഓടിക്കുന്നവരും കൂലിപ്പണി ചെയ്യുന്നവരും മൈക്കാട് പണി ചെയ്യുന്നവരും ഈ നാട്ടിലും ആരെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പം കുറഞ്ഞ പക്ഷം അങ്ങനെയുള്ളവരോട് കുറച്ചുകൂടെ ഒരു ആദരവോടൊക്കെ നമ്മൾ പെരുമാറണ്ടേ? ഞാൻ പറഞ്ഞു വരുന്നത് ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ പല വശങ്ങൾ പറയാനാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഒരു വശത്ത് അപ്പനും അമ്മയും എന്ന നിലയിൽ നമുക്ക് സങ്കടപ്പെടാൻ മാത്രമേ സാധിക്കൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരിക്കലും മനസ്സുകൊണ്ട് കുറ്റം പറയരുത്. അവൻ എന്താ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് രോഗമാണ് വന്നാൽ തിരിച്ചു ചെല്ലുമ്പോൾ ജോലി കാണത്തില്ല, ജോലിയില്ലെങ്കിൽ വീടിന് മോർഗേജ് അടയ്ക്കാൻ പറ്റത്തില്ല, ഈ ജാടയൊക്കെ ഉള്ളൂ, എല്ലാം ലോണാ. നിങ്ങൾ ചെല്ലുമ്പം AC ഉണ്ട്, വണ്ടിയുണ്ട്, പക്ഷേ ഇതൊക്കെ മോർഗേജ്. അടുത്ത 25 വർഷം 30 വർഷം പിള്ളേർ ലോൺ അടച്ചാ ജീവിക്കുന്നത്. അപ്പോൾ ഒരാളുടെ ജോലി കൊണ്ട് ചിലപ്പോൾ അത് പറ്റണമെന്നില്ല. അപ്പോൾ വിളിക്കുമ്പോൾ ഓടി വരാൻ ചിലപ്പോൾ അവർ ആഗ്രഹിച്ചാലും നടക്കത്തില്ല. ആ സമയത്ത് കുഞ്ഞുങ്ങളെ ശപിക്കരുത്. സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, അല്ലാത്തവരും ഉണ്ടാവാം, ഇല്ലെന്നല്ല. എന്നാൽ നല്ല ശതമാനം മക്കളും നിവൃത്തികേട് കൊണ്ടാണ് വരാത്തത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇനി മുന്നോട്ട് പോകും തോറും, അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. അച്ഛൻ 1 മണിക്കൂർ സമയമാണ് എനിക്ക് തന്നേക്കും. 2000 രൂപ തരും, 1 മണിക്കൂർ പ്രസംഗിക്കണമെന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് അതിൽ കൂടുതൽ പ്രസംഗിച്ചിട്ടും ഞാൻ അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കേരളം ഇങ്ങനെ ആയല്ലോ, ജോലിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നതിന് പകരം ഇനി ഒരു പരിഹാരം കൂടെ പറയുക. എന്താണ് ആ പരിഹാരം? ഇനി മുന്നോട്ട് പോകും തോറും നമ്മളെ നോക്കാൻ മക്കളോ കൊച്ചുമക്കളോ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാനേ പറ്റൂ.
സാധിച്ചാൽ മഹാഭാഗ്യം. പക്ഷേ സാധിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക്കായി, കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഏകാന്തതയെ നമുക്കെങ്ങനെ മാറ്റാം. രണ്ട്, വാർദ്ധക്യകാലം കുറച്ചുകൂടെ അന്യോന്യം ഊന്നുവടികളാവാൻ നമുക്കെന്ത് സാധിക്കും. ആദ്യം, വാർദ്ധക്യകാലത്തെ ഏകാന്തത എങ്ങനെ മാറ്റാം. അതിന് പല വഴികളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇടവകയിലൊക്കെ കൂടുതലും അപ്പച്ചന്മാർ, അമ്മച്ചിമാരുണ്ട്, പെൻഷൻ ഉള്ളവരുണ്ട്, ഒരുപക്ഷെ വിദേശത്ത് ജോലി ചെയ്തിട്ട് അതിൻ്റെ പൈസയൊക്കെ ബാങ്കിലിട്ട് അതിൻ്റെ പലിശ, ഇപ്പോൾ പഴയതുപോലെ പലിശയൊന്നുമില്ല, എന്നാലും മക്കളൊക്കെ ഒരുവിധം നിലയിലായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നമുക്ക് വീണ്ടും പേരൻറ്റിങ്ങിൻ്റെ ഒരു സന്തോഷം കിട്ടാൻ എന്ത് ചെയ്യാം. അതിന് വീണ്ടും മക്കളുണ്ടാവണമെന്നല്ല ഞാനീ പറയാം. ഞാനൊരു സംഭവ കഥ പറയാം. ഇന്ത്യക്ക് പുറത്തൊരു രാജ്യത്ത് ഞാനൊരു ഫാമിലി കോൺഫറൻസിന് പോയി. ഞാനതിന് മുൻപ് പല പ്രാവശ്യം 2 or 3 തവണ പോയിട്ടുള്ള രാജ്യമാണ്. അപ്പോൾ ആ പള്ളിയിലെ കുറച്ച് പേരെയൊക്കെ എനിക്കറിയാം. ആ പ്രാവശ്യം ചെന്നപ്പോൾ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, അച്ഛാ വൈകിട്ട് എന്താ പരിപാടി? മോഹൻലാൽ ചോദിച്ച പോലല്ല, ഇത് അല്ലാത്ത ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, കോൺഫറൻസ് കഴിഞ്ഞ് കുറച്ച് സമയമുണ്ടല്ലോ, നമുക്കൊരു കാപ്പി കുടിക്കാൻ പോയാലോ? ഞാൻ പറഞ്ഞു, പോവാം. വൈകിട്ട് അവന് വന്നു. അവനും ഭാര്യയും ഒരു മോനും ഉണ്ട് കൂടെ. വർത്താനമൊക്കെ പറഞ്ഞു. കാപ്പിയൊക്കെ കുടിക്കാൻ ഞങ്ങളൊരു സ്ഥലത്ത് ചെന്നൊരു ഒരു ബീച്ചിൻ്റെ സൈഡിൽ ഞങ്ങൾ വെറുതെ വട്ടത്തിലൊക്കെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചു. ഞാൻ ചോദിച്ചു, ഈ മോൻ ഏതാ? അപ്പോൾ പറഞ്ഞു, അത് പറയാനാച്ചാ ഞാൻ അച്ഛനെ വിളിച്ചത്. ഞാൻ ചോദിച്ചു, എന്താണ്? അപ്പം ഇവർക്ക് 2 ആൺമക്കളാണ്. അപ്പം ഞാൻ പറഞ്ഞു, അവരൊക്കെ ഒരാൾ ഇംഗ്ലണ്ടിലും ഒരാൾ ജർമ്മനിയിലുമാണ്. നല്ല മിടുമിടുക്കര് പിള്ളേരാണ്. ഇവർ 2 പേരും ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛാ ഞങ്ങൾക്ക് 2 ആൺമക്കളാണ്, ഞങ്ങൾ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, അവർ പഠിച്ച് മിടുക്കരായി. ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും അവർ 2 പേരും സാമാന്യം നല്ലതായി സമ്പാദിക്കുന്നുണ്ട്. ഇനി ഞങ്ങളൊന്നും അവർക്ക് കൊടുക്കണ്ട. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങളൊരു കാര്യം ആലോചിച്ചു. എന്തുകൊണ്ട് നമുക്ക് 1 or 2 പിള്ളേരെ ദത്തെടുത്തുകൂടാ? ഞങ്ങൾക്ക് 3 മുറിയുള്ള, ആ രാജ്യത്ത് 3 മുറിയുള്ള വീടെന്നൊക്കെ പറഞ്ഞാൽ വലിയ ലക്ഷറിയാണ്. അങ്ങനെ ഞങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ഈ കൊച്ചനെ ദത്തെടുത്ത, ഇവൻ ശ്രീലങ്കൻ ഒറിജിനാണ് ഈ പയ്യൻ, മലയാളിയൊന്നുമല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ 2 പേരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം ഇവനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യും. കൊച്ചു പയ്യനാണ്, നല്ല മിടുമിടുക്കൻ ഒരു പയ്യൻ. അവൻ ഞങ്ങളെ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് 2 കവിളിൽ ഒരു ഉമ്മയൊക്കെ തരും. എൻ്റെ അച്ഛാ, അവൻ ഞങ്ങളെ കെട്ടിപ്പിടിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം, കാരണം അവന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ജീവിതം മാറിയച്ചാ. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ പരാതി പറഞ്ഞിരിക്കാം, അല്ലേ? ഞങ്ങൾ മക്കളെ വളർത്തി, അവർ 2 രാജ്യത്ത് പോയി, അമ്മമാർക്കിപ്പം ഞങ്ങളെ വേണ്ട. അതൊരു വഴിയാണ്. എന്നാൽ അതിനു പകരം മക്കൾ നന്നായിരിക്കുന്നല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്കൊരു എന്താ പറയുക, വീണ്ടും ഒരു പേരൻറ്റിങ്ങിൻ്റെ സന്തോഷം സാധിക്കുമോ? ഒരുപക്ഷെ ഇന്ത്യയിൽ അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ വീട്ടിൽ വളർത്തണ്ട. നിങ്ങൾക്ക് കുട്ടികളെ ദത്തെടുത്ത് സ്ഥിരമായി അവരെ പഠിപ്പിക്കാം. ഇപ്പം നമ്മുടെ ടിബറ്റൻ ബോർഡർ മിഷൻ ഫീൽഡിലൊക്കെ നിങ്ങൾക്ക് കുട്ടികളെ സ്പോൺസർ ചെയ്യാം, നേഴ്സിംഗ് സ്റ്റുഡൻസിനെ സ്പോൺസർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അവർ അവധിക്ക് വരുമ്പോൾ 2 ദിവസം നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ, ബാക്കി ദിവസം അവർ പേരൻസിൻ്റെ കൂടെയോ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയോ നിൽക്കട്ടെ. സാധിക്കത്തില്ലേ? വീട്ടിൽ നിർത്തുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ നിയമപരമായ നൂലാമാലകളൊക്കെ ഉണ്ടാവാം. നിങ്ങൾക്ക് 1 or 2 കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൂടെ? അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ പഠന ചെലവ് നിർവഹിക്കുക,
ഹോസ്കോട്ട് നേഴ്സിംഗ് സ്കൂളിൽ, ടിബറ്റൻ ബോർഡറിൽ, ഇങ്ങനെ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ എത്രയോ കുട്ടികളുണ്ട്. നിങ്ങൾ അവരെ ഫോൺ വിളിക്കുക, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇടയ്ക്ക് അവർ അവധിക്ക് വരുമ്പോൾ 2 ദിവസം ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്നു എന്ന ഒരു തോന്നലാണ് ജീവിതത്തിൻ്റെ സന്തോഷം. ഈ അടുത്ത സമയത്ത് ഇറങ്ങിയൊരു മലയാള സിനിമയുണ്ട്. അടുത്തല്ല, ഒരു 2 വർഷം വല്ലതും ആയിരിക്കും. പാച്ചുവും ഗോപാലനും അതല്ല, പാച്ചുവിൻ്റെ അത്ഭുത വിളക്കോ, പാച്ചുവും അത്ഭുത വിളക്കോ, അങ്ങനെ മറ്റും, ഏതാച്ചാ? അതെന്ത് പാച്ചു? അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കൊന്നും അല്ല, ഇത് ഫഹദിൻ്റെ ഒരു സിനിമയാണ്. പോട്ടെ, ഇരിപ്പൊക്കെ കണ്ട എൻസൈക്ലോപീഡിയായ. അതിൻ്റെ അകത്തെ വലിയ വിഷയമല്ല, അത് കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയോ, 2 വർഷമോ 3 വർഷമോ. പാച്ചുവും അത്ഭുത വിളക്കും അല്ലേ? വേദോസത്തിന് ചോദിക്കുമ്പോഴും ഇതുപോലെ പറയണം. ഈ സിനിമയിൽ ഒരു ഉമ്മച്ചിയുണ്ട്, ഒരു മുസ്ലിം കുടുംബത്തിലെ കഥയാണ്. ഒരു മോനേ ഉള്ളൂ. അപ്പൻ വലിയ ബിസിനസ്സുകാരനായിരുന്നുകൊണ്ട് ഒത്തിരി പൈസയൊക്കെ ഉണ്ട്. ഈ മോന് സ്വത്തെല്ലാം കൊടുത്തു. ഉമ്മച്ചിക്ക് ജീവിക്കാനുള്ള ഒരു ഭാഗം മാത്രം മാറ്റിവെച്ചു. ഈ ഉമ്മച്ചി നിധി എന്ന് പറയുന്ന ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളെ എടുത്തു വളർത്തുന്നു. അപ്പോൾ ഈ മകൻ അതിഷ്ടമല്ല. ഒരു ദിവസം ഇവർ തമ്മിൽ ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ ഉമ്മച്ചി പറഞ്ഞു, മോനെ നീ വന്ന് ഈ കട്ടിലോട്ടിരിക്കെ. എന്നിട്ട് പറഞ്ഞു, എടാ നിന്റെ ഉപ്പ സമ്പാദിച്ചത് മുഴുവൻ നിനക്കാ, നീ തന്നെ ഒത്തിരി സമ്പാദിക്കുന്നുണ്ട്, ഇനി എത്ര രൂപയുടെ കിട്ടിയാൽ നിനക്ക് തികയും? എന്നിട്ട് ഉമ്മച്ചി പറഞ്ഞു, നീ ആ നിധിമോളെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കൊച്ചുമോള, നമ്മളവളെ പഠിപ്പിച്ച് മിടുക്കിയാക്കി അവൾ നല്ല നിലയിൽ ജീവിക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന സന്തോഷമില്ലേ, അതിന് തുല്യമല്ലടാ മറ്റൊന്നും. അപ്പോൾ ഈ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമുക്കൊരു അത്ഭുത വിളക്കാകാൻ സാധിക്കും. നമ്മൾ നമുക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും മാത്രം ജീവിച്ചാൽ മതിയോ? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? പെൻഷൻ ഉള്ളവരുണ്ട്, ബാങ്കിൽ ബാലൻസ് ഉള്ളവരുണ്ട്. ഇനിയും മക്കൾക്ക് കൊടുക്കണോ? ഇനി കൊടുക്കുന്നെങ്കിൽ തന്നെ കുറച്ച് മറ്റുള്ളവരെ നമ്മുടെ മക്കളെപ്പോലെ കരുതി വളർത്തിക്കൂടെ? ഒരു കുട്ടിയെയെങ്കിലും ഹോസ്കോട്ടോ, ടിബറ്റൻ ബോർഡറിലോ, അങ്കോലായിലോ, കറ്റാനത്ത് നേഴ്സിംഗ് സ്കൂളിലോ, അല്ലെങ്കിൽ കുമ്പനാട്ട് ഒരു കൊച്ചിനെ, 2 കൊച്ചിനെ വളർത്തിക്കൂടെ? നമ്മുടെ മക്കളെ പോലെ. അപ്പോൾ നമ്മുടെ ഏകാന്തത മാറ്റാൻ നമ്മുടെ മുൻപിൽ പല വഴികൾ തിരയും. നിങ്ങൾക്ക് ഒരു അത്ഭുത വിളക്കാകാൻ സാധിക്കില്ലേ? ഇടയ്ക്ക് കൊച്ചിൻ്റെ, നിങ്ങൾ ആ ദത്തെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന കൊച്ചിൻ്റെ പിറന്നാളിന് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ പോകണം. അവനൊരു ഉടുപ്പ് അല്ലെങ്കിൽ അവൾക്കൊരു ഉടുപ്പും ഒക്കെ വാങ്ങി, ഇച്ചിരി സ്വീറ്റ്സും ഒക്കെ വാങ്ങി, നിങ്ങൾ ആരുടെയൊക്കെയോ ആരെല്ലാമാണെന്ന് തോന്നുന്ന, ഇത് ചെറിയ കാര്യമല്ല, ആരുടെയൊക്കെയോ ആരെല്ലാമോ ആയിത്തീരാൻ നമുക്ക് സാധിക്കില്ലേ? മക്കൾക്ക് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തു. ആലോചിച്ച് നോക്കിയാൽ മതി. ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ ഇനി ഏകാന്തത മാറും. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരൊക്കെയോ ഉണ്ടെന്നും ഞാൻ ആരുടെയെല്ലാമോ ജീവിതത്തിലെ ആരൊക്കെയോ ആണെന്ന് തോന്നുമ്പോൾ ജീവിതത്തിനൊരർത്ഥം വരും. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഒട്ടും വയ്യാത്ത അമ്മച്ചി പോലും കൊച്ചൻ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പം ഒരേത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നു. കാരണം എന്നെ കാത്തിരിക്കുന്ന ഒരു കൊച്ചനുണ്ട്. ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കുന്ന ഒരു ചെറുമകനുണ്ടെന്ന് പറയുമ്പം നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും ഒക്കെ മാറി നമ്മളത് ചെയ്യും. സാധിക്കുമോ? ഇനി മക്കളെല്ലാം നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു മാവേലി കാലം ഇല്ല. അപ്പോൾ നമ്മുടെ ലോൺലിനെസ്, ഏകാന്തത മാറ്റാൻ നമ്മുടെ മുൻപിൽ പല വഴികളുണ്ട്. മറ്റൊരു വഴി, നിങ്ങൾ ഇത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുന്ന കാര്യമാണല്ലോ, വേണ്ട,
നിങ്ങൾക്ക് വേണ്ടി 10 രൂപ ചിലവാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളൊക്കെ യാത്ര പോകണം, പോവും. ആശാഭവൻ, കൊട്ടാരക്കര ജൂബിലി മന്ദിരം, സഭാ ഹെഡ്ക്വാർട്ടേഴ്സ്, വനിതാ മന്ദിരം, ഇതാകുമ്പോൾ 150 രൂപയ്ക്ക് കാര്യം കഴിയും. അത് പോകണ്ടെന്നല്ല, നമ്മുടെ സഭയുടെ സ്ഥലങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കണം. പക്ഷേ വല്ലപ്പോഴും ഒരു 10 രൂപ മുടക്കി ഒരു യാത്ര പോകരുതോ? സേവ്യാ സംഘം വലിയ രസമാണ് അവരുടെ ടൂർ. ഞാൻ എൻ്റെ പള്ളിയിൽ നിന്ന് സേവ്യാ സംഘക്കാരെ ടൂറിന് കൊണ്ടുപോകത്തില്ല, ടൂറില്ല. ഇതൊക്കെ ലൈവാ, ഒന്നും പറയാനും പറ്റൂല. എന്താ അതിൻ്റെ കാര്യമെന്നറിയോ? 10 മണിക്ക് ശേഷമേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂ. കാരണം അച്ചാനുള്ള കാപ്പിയും ഉച്ചക്കത്തേക്കുള്ള ചോറും എല്ലാം വെച്ച് മേശപ്പുറത്ത് വെക്കണം 10 മണിക്ക് ശേഷം. 4 മണിക്ക് മുമ്പ് വരണം. ഞാൻ വന്നാലേ അച്ചാൻ ചായ കുടിക്കും. അപ്പോൾ 10 മണിക്ക് ശേഷം 4 മണിക്ക് മുമ്പ്. പോകേണ്ടത് എവിടാണ്? സിംഗപ്പൂർ, മലേഷ്യ, ആൻഡമാൻസ്. എത്ര രൂപ കൊടുക്കും? 150 രൂപ. ഇത്രയും പൈസയൊക്കെ ബാങ്കിലിട്ട് എല്ലാ ദിവസവും രാവിലെ പാസ്പോർട്ട് എടുത്ത് മണപ്പിച്ച് ഒരു നല്ല ആഹാരം കഴിക്കില്ല, നല്ല വസ്ത്രം വാങ്ങി വല്ലവനും കൊടുക്കുന്നതൊക്കെ പോട്ടെന്നേ. അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം, അത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അവനവന് വേണ്ടി. ഈയിടെ ഞാൻ ഒരു അച്ചായൻ്റെ കാറിൽ പോയി. അടുത്തിടയ്ക്കാണ് പുള്ളി ഒരു 1.5 കോടിയോ 2 കോടിയുടെ ഒരു പുതിയ സ്ഥലം വാങ്ങി. മാരുതി 800ൻ്റെ ആദ്യത്തെ വേർഷനാണ്. എന്നെ ഒരു അച്ചായൻ്റെ വീട്ടിലോട്ട് ഊണിന് കൊണ്ടുപോവാ. എഴുന്നേറ്റ് നിന്നാ ഗിയറൊക്കെ ഊരിയിടുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഓട്ടോയ്ക്ക് അങ്ങ് വന്നോളാം, കാരണം ഇത് ഊരി വീണില്ല എന്ത് ചെയ്യും? ഇങ്ങനെയും ചില അപ്പച്ചന്മാരുണ്ട്, പിശുക്കന്മാരെന്ന് പറഞ്ഞാൽ പിശുക്കന്മാർ. ഈ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് പിശുക്കന്മാരുടെ പരിപാടിയല്ല. ഈ പലപ്പോഴും നമ്മൾ ഈ പിശുക്കിനെയാണ് ലാളിത്യം എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒന്നല്ല. നിങ്ങളിനി പള്ളിയിൽ നിന്ന് പോകണ്ട. നിങ്ങൾ കൂട്ടുകാരൊക്കെ ചേർന്ന് കാശ്മീർ മരിക്കാൻ ഇതിനേക്കാൾ നല്ല സ്ഥലം വേറെയില്ല. വെടികൊണ്ട് അവർ തന്നെ ബോഡിയൊക്കെ ഇങ്ങ് കൊണ്ടുവരും, നമ്മളൊന്നും ചെയ്യണ്ട. പത്രത്തിലൊക്കെ പടം വരും. മറ്റേ ആണെങ്കിൽ എന്ത് പാടാന്നറിയോ? പടമൊക്കെ നമ്മൾ തന്നെ 1000 രൂപ കൊടുത്ത് മനോരമയിലിടണം. ഒന്നും ചെയ്യണ്ട. ബോഡി വെടിവെക്കാൻ ആളുണ്ട്, അതെടുക്കാൻ ആളുണ്ട്, നാട്ടിൽ കൊണ്ടുവരുവാൻ ആളുണ്ട്. പട്ടാളം നമ്മുടെ ബോഡി കൊണ്ടുവരുന്നൊരു കാലം ആലോചിച്ച് നോക്കി. അതിന് വരെ ചുമ്മാ ഐസിയു കിടന്ന് മരിച്ച ആര് നോക്കാൻ? എന്ത് രസമാണ് അവിടെ പോവാം. കുളു മണാലി പോവാം. എത്ര നല്ല സ്ഥലങ്ങളുണ്ട്. സിംഗപ്പൂർ, ഇന്ത്യയിൽ തന്നെ എത്രയോ നല്ല സ്ഥലങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് മറ്റൊരാൾക്ക് കൊടുക്കാൻ ഒരു പക്ഷേ അതെല്ലാവരെ കൊണ്ടും സാധിക്കണമെന്നില്ല. കാരണം അതിന് വലിയ ദൈവകൃപ വേണം. പോട്ടെ, അത് സാരമില്ല. അവനവന് വേണ്ടി കൂടെയെങ്കിലും ഒരു നല്ല സാരി, സ്വാതന്ത്ര്യ സമര കാലത്തിന് മുമ്പുള്ളതാ ഇപ്പോഴും, ഒരു നല്ല മാലയൊക്കെ ഇട്ട്, നല്ല പാൻറ്റും ഒക്കെ ഇട്ട്, നല്ല ഷർട്ടും ഒക്കെ ഇട്ട്, നല്ല വണ്ടിയൊക്കെ വാങ്ങിച്ച്, നല്ല ആഹാരമൊക്കെ കഴിച്ച്, ഇടയ്ക്ക് ലുലു മോളിലൊക്കെ പോയി. ഒന്നും വാങ്ങിക്കണ്ട. ആപ്പിളിൻ്റെ മുമ്പിൽ, ഓറഞ്ചിൻ്റെ മുമ്പിൽ വാങ്ങിക്കണ്ട. കാരണം അതൊക്കെ പൈസ കൂടുതലാണ്. മരിക്കുന്നതിന് മുമ്പ് സന്തോഷമായിട്ടൊക്കെ ഒന്ന് ജീവിക്കരുതോ? അവനവന് വേണ്ടി ഇച്ചിരി പൈസ. വീട്ടിൽ നല്ല ക്രിസ്റ്റൽ പാത്രമുണ്ട്, പക്ഷേ പാട്ടപാത്രത്തിൽ നമ്മൾ കഴിക്കും. ഒരു നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോകാത്തവർ എത്ര പേരുണ്ടെന്നറിയാം? ഈ അച്ചായന്മാർ, പിശുക്കന്മാരായ അപ്പച്ചന്മാർക്ക് ഈ ഹോംലി ഫുഡാണ് നല്ലത്. ഭയങ്കര നമ്പരാണിത്. കാരണം എന്നാൽ ഇതേ അച്ചാൻ കല്യാണത്തിന് ചെല്ലുമ്പോൾ മണാമണാന്ന് അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഹോംലി ഫുഡ് നല്ലതെന്ന് പറഞ്ഞത് കണ്ടിട്ടുണ്ടോ? അമ്മച്ചിയോട് പറയും, എടി ഹോട്ടൽ ഫുഡ് മുഴുവൻ അഴുക്കെണ്ണയാ, ഫ്രൈഡ് ആയിട്ട്. എന്നാൽ ഇതേ അപ്പച്ചൻ കല്യാണത്തിന് ചെന്നിരിക്കട്ടെ, ഒരാഴ്ച മുമ്പിലത്തെ ബീഫാ ഒലത്തി വന്നതാ.
ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുക, ഒരു നല്ല യാത്ര, നല്ല വസ്ത്രം. ഈ കഷ്ടപ്പെട്ടതൊക്കെ കുറച്ചൊക്കെ നമുക്കൂടെ വേണ്ടി ഒന്ന് ചെലവഴിച്ചുകൂടെ? ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. വിചാരിക്കാനുള്ളതല്ല ഇതിനുള്ളിൽ വിചാരിച്ച് കഴിച്ചിട്ട് ഇനി ഇയാൾ എന്തോ പറഞ്ഞാലെന്തോ. നമ്മൾ ഈ ഒന്നും കൊടുക്കാതൊക്കെ വെച്ചിട്ടുള്ളതുണ്ടല്ലോ, വീട്, പാത്രം. ഞാനൊരു ഇച്ചിരി ക്രൂരമാണെന്ന് തോന്നിയാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമ്മൾ മരിക്കുമെന്നുള്ളത് സത്യമാണല്ലോ. അത് ദൈവം തമ്പുരാൻ നിശ്ചയിക്കുന്ന സമയമാകുമ്പോൾ മരിക്കും. നമ്മുടെ മക്കൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കുന്നത്? ഇത് കിട്ടുന്ന വിലയ്ക്ക് ഈ സാധനം വിൽക്കും. നമ്മുടെ വീട്ടിൽ നമ്മളൊരു പ്രാർത്ഥന നടത്തത്തില്ല. ആരെങ്കിലും കയറി സോഫായിൽ ഇരുന്ന് കഴിഞ്ഞാൽ സ്പോഞ്ച് ചതുങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇരുത്തത്തില്ല. ഒരു ഗ്ലാസ് ചായ ഒരുത്തിനിട്ട് കൊടുക്കില്ല, ഒരു നല്ല ഗ്ലാസ്സിൽ. ഒരാളെ വീട്ടിൽ കയറ്റത്തില്ല. പക്ഷേ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മക്കൾ ഫ്യൂണറൽ കഴിഞ്ഞ് 2 ആഴ്ചത്തെ അവധി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം അവരുടെ മുൻപിലുള്ളത്, ഇനി ഒരു വരവൂടെ വരാതെ ഈ കൈക്ക് തന്നെ ഇത് വിറ്റിട്ട് പോകാൻ പറ്റുമോ? അവർ കിട്ടുന്ന വിലയ്ക്ക് ഇത് കൊടുത്തിട്ട് പോകും. അത് അവരുടെ കുറ്റമല്ല. ഈ വസ്തു എല്ലാ വർഷവും ചിലപ്പോൾ വന്ന് നോക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, നമ്മളോട് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ഒന്ന് ജീവിച്ചിട്ട് മരിക്കുന്നതല്ലേ നല്ലത്? വെറുതെ ഏകാന്തതയെക്കുറിച്ച് പരിതപിച്ചിട്ട് എന്താ കാര്യം? ഒന്നുകിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരത്ഭുത വിളക്കാവുക, ആരുടെയൊക്കെയോ ആരെല്ലാം ആവുക. ഏതെങ്കിലും ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുക, അവരുടെ പിറന്നാളിനൊരു സമ്മാനം അയച്ചു കൊടുക്കുക, ഇടയ്ക്ക് അവരെ 2 ദിവസം വീട്ടിൽ വിളിച്ചു കൂടെ നിർത്തുക. ജീവിതത്തിനൊരു പുതിയ അർത്ഥം വരും. ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ വേണ്ട, അവനവന് വേണ്ടിയെങ്കിലും അത് സ്പെൻഡ് ചെയ്യാം. ഒരു കുഞ്ഞു കാര്യം കൂടെ. 2000 കഴിഞ്ഞു സമയം. അപ്പം നിങ്ങൾ വിചാരിക്കും, ഇതുവരെ ഞാൻ വേദോത്സവത്തിൽ ഒന്നും പറഞ്ഞില്ലല്ലോ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു കുരിശേ കിടക്കുമ്പോൾ യേശുവിൻ്റെ ഏറ്റവും വലിയ സങ്കടം എൻ്റെ അമ്മയ്ക്ക് ആരും ഇല്ലല്ലോ എന്നുള്ളതാണ്. ഒരുപക്ഷെ ജോസഫ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ നമുക്കറിയില്ല. പിന്നെ ജോസഫിനെക്കുറിച്ച് പരാമർശങ്ങളൊന്നുമില്ല, കാണാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ അല്ലെങ്കിൽ യേശു ഇങ്ങനെ പറയത്തില്ലായിരുന്നു. കാരണം താൻ കുരിശിൽ കിടക്കുന്നു, മരിക്കാൻ തുടങ്ങിയ ഇനി എൻ്റെ അമ്മയ്ക്ക് ആരും ഇല്ലല്ലോ. അപ്പോൾ താൻ ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യനെ അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, തേണ്ട ഇതാണ് നിൻ്റെ അമ്മ. എന്നിട്ട് അമ്മയോട് പറയുന്നു, ഇതാണ് നിൻ്റെ മകൻ. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് താൻ പ്രസവിക്കാത്ത സ്ത്രീയെ അമ്മയായും തന്നെ പ്രസവിക്കാത്ത സ്ത്രീയെ അമ്മയായും തിരിച്ചു, താൻ പ്രസവിക്കാത്ത ചെറുപ്പക്കാരനെ മകനായി, തന്നെ പ്രസവിക്കാത്ത സ്ത്രീയെ അമ്മയായി കാണുകയാണ്. ഇതാണ് ശരിക്കും ഒരു തിരുക്കുടുംബം എന്ന് പറയുന്നത്. ഇതാണ് ക്രിസ്ത്യൻ ഫാമിലി. അല്ലാതെ ഭാര്യയും ഭർത്താവും മക്കളും മാത്രം ചേരുന്നതല്ല. നമ്മൾ പ്രസവിച്ചവരെ മാത്രം മക്കളായി കാണുന്ന, എൻ്റെ ചോരയിൽ പിറന്നവരെ മാത്രം മക്കളായി കാണുന്ന, എന്നെ പ്രസവിച്ചവരെ മാത്രം അമ്മയായി കാണുന്നതല്ല തിരുക്കുടുംബം. നമുക്ക് സാധിക്കുമോ? ഇവിടെ ധാരാളം ഭൂമിയൊക്കെ ഉള്ളവരുണ്ട്. തന്നെ ഉള്ളൂ എന്ന് സങ്കടപ്പെടുന്നതിന് പകരം നിങ്ങളൊരു ഇച്ചിരി പൈസ എടുത്ത് നിങ്ങളുടെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു 3 സെൻറ്റ് സ്ഥലം, 4 സെൻറ്റ് സ്ഥലം കൊടുത്ത് ഒരാൾക്കൊരു വീട് വെച്ച് അവിടെ താമസിപ്പിക്കണം. നിങ്ങളെ അവർ പൊന്നുപോലെ നോക്കും. ഇത് ചെയ്തിട്ടുള്ള ഒരു മാർത്തോമാ സഭയിലുണ്ട്. നമ്മുടെ ഒരു അച്ഛൻ്റെ കൊച്ചമ്മ, അച്ഛൻ മരിച്ചു, മക്കളില്ല. അച്ഛൻ മരിച്ചപ്പോൾ കൊച്ചമ്മ ചെയ്തൊരു കാര്യം, അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും പേരിലുള്ള സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്ത് 8 സെൻറ്റോ 10 സെൻറ്റോ ആണെന്ന് തോന്നുന്നു സ്ഥലം ഒരാൾക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു കുടുംബത്തെ അവിടെ വീട് വെച്ച് താമസിപ്പിച്ചു. അവരിന്ന് കൊച്ചമ്മയെ പൊന്നുപോലെ നോക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ആരുമില്ല, നോക്കാനില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുക. പക്ഷേ ഒത്തിരി മരുന്നുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി അതല്ലെങ്കിൽ സൗകര്യമുള്ളവർ
നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് സ്ഥലം ഒരുമിച്ച് വാങ്ങി ഒരു വീട് ഒരു കെയർ ടേക്കറിന് വെച്ച് കൊടുത്താൽ, അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം വഴികൾ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചതാണ്. ഇതിനെ അതിജീവിക്കാൻ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഈ കുടുംബദിനത്തിലെ വിചാരങ്ങൾ സഹായകരമാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചില കുഞ്ഞു കാര്യങ്ങൾ, പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. നിങ്ങളതിനെക്കുറിച്ച് ആലോചിക്കുക, ചിന്തിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.